ഇയാൾക്ക് എൻ്റെ കിഡ്നി കൊടുത്തിട്ട് ആ പൈസയും കൂടി ഇയാൾക്ക് മദ്യം കഴിച്ച് കളയാനും പിന്നെ കുറേ സുഹൃത്തുക്കളെയും കൂട്ടുകാരെല്ലാം കൂട്ടി ഇയാൾക്ക് മദ്യം കഴിക്കണം എന്നുള്ളൊരു മോഹമാണ്. അഡ്മിറ്റ് ആക്കണമെന്ന് പേഷ്യൻറ്റിൻ്റെ ആൾക്കാരും ഈ ഏജൻ്റായ ബെന്നിയും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ്. കാരണം എനിക്ക് എൻ്റെ ഉള്ളിൽ പേടിയാണ്. എൻ്റെ പ്രായം അനുസരിച്ച് ഞാനൊരു കിഡ്നി എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മക്കളെ നോക്കാൻ ആരും ഉണ്ടാവില്ല എന്നൊരു പേടി ഉണ്ടായിരുന്നു. എനിക്ക് സാധാരണ ഒരു ഡോണർക്ക് വരെ 9 ലക്ഷം, എന്നാൽ ഞാൻ ചില ഡോണർമാരോട് 15 ലക്ഷം തരാമെന്നൊക്കെ ബെന്നി പറയും. 15 തരാം, ചിലവരോട് 10 തരാം എന്നൊക്കെയാണ് പറയുക. പക്ഷേ ഇവർ ഓപ്പറേഷൻ സമയമാകുമ്പോൾ ഇവരെ ഇയാൾ പറ്റിച്ച് കളയും. അതുകൊണ്ട് പറ്റിച്ചിട്ട് ഇയാൾ ലോകം എന്ന് പറഞ്ഞാൽ ലോകത്തെ അത്രത്തോളം ഇയാൾ അനുഭവം എന്ന് പറഞ്ഞാൽ പണത്തിനെ കൊണ്ട് തന്നെ ഇയാൾ കളിക്കുന്നുണ്ട്. ലിവറും കിഡ്നി ഇപ്പം 2ാം ഭാര്യയുണ്ട്. 2ാം ഭാര്യനെ 3-4 സ്ഥലങ്ങൾ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കിഡ്നി കൊടുത്തൊന്നും ഈ എത്രയോ ആൾക്കാരെ പറ്റിച്ചിട്ട് ഉണ്ടാക്കുന്ന പൈസയാണിത് ഇയാൾ. അവിടുത്തെ DSPക്കും അവിടുത്തെ DSP ലെറ്ററാണ് ഞാൻ പറഞ്ഞത്. അത് എൻ്റെ കണ്ണൂർ DSP ലെറ്റർ തരില്ല എന്ന് പറഞ്ഞു. ഞാനൊരു ST ആണ്. അപ്പോൾ ST എൻ്റെ കിഡ്നി കൊടുക്കാൻ പോലീസുകാർ സമ്മതിക്കില്ല എന്ന് എൻ്റെ നാട്ടിൽ നിന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് എന്തായാലും കിട്ടില്ല എന്നൊരു അറിവ് ബെന്നിക്ക് മനസ്സിലായപ്പോൾ ബെന്നിയുടെ മനസ്സിലൂടെ ബെന്നി എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ആധാറും റേഷൻ കാർഡും നമുക്ക് ഇങ്ങനെ സ്ഥലത്തേക്ക് മാറ്റാം. ഏത് പാർട്ടിയുമായി? CPM പാർട്ടിയായിട്ട് തന്നെ. CPM CPM പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പാർട്ടിക്ക് വേണ്ടി ഇയാൾ എന്തും ചെയ്യുന്നുണ്ട്. പാർട്ടിക്കാർ പിന്നെ എന്നെ വിളിച്ച് കുറച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. എൻ്റെ എൻ്റെ നാട്ടിലെ CPM പാർട്ടിക്കാർ. ഞാൻ പറഞ്ഞു എന്നെ ഭരിക്കാൻ നിൽക്കണ്ട, ഞാനൊരു ST ആണ്, അനുഭവങ്ങളുണ്ട്. അയാൾ 2-3 തവണ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ അവയവ കച്ചവട മാഫിയയിൽ നിന്നും രക്ഷപ്പെട്ട ഒരു യുവതി ക്രൈം ഓൺലൈനുമായി ബന്ധപ്പെട്ടിരുന്നു. അവരുടെ ഭർത്താവ് തന്നെയാണ് അവരെ വൃക്ക നൽകാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു പിന്നിൽ പണത്തോടുള്ള ആർത്തി തന്നെ. ഒരു വിധത്തിലാണ് ഈ യുവതി അവിടെ നിന്നും രക്ഷപ്പെട്ട് എത്തുന്നത്. കണ്ണൂർ ഇരട്ടി സ്വദേശിനിയായ യുവതിയാണ് ഈ അവയവ കച്ചവട മാഫിയയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. യുവതി പറഞ്ഞത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കഴിഞ്ഞ 1 വർഷത്തോളമായി വധഭീഷണി വരെ മുഴക്കിയാണ് ഭർത്താവ് ഇവരെ കൊണ്ട് കിഡ്നി കച്ചവടം നടത്താൻ ഒരുങ്ങുന്നത്. ഈ വധഭീഷണിയിൽ ഭയന്നിട്ടാണ് ഈ യുവതി പലപ്പോഴായി ഇവിടെ ടെസ്റ്റുകൾക്കായി വന്നു പോയത്. 17 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാണ് തൻ്റെ കിഡ്നി ഇവർ വിൽക്കാൻ ശ്രമിച്ചതെന്നും ഈ യുവതി പറയുന്നു. ആ ആശുപത്രിയുടെ വലിയ കോമ്പൗണ്ടിൽ അകപ്പെട്ട യുവതി എങ്ങനെയൊക്കെയോ തപ്പിത്തടഞ്ഞാണ് പുറത്തെത്തുന്നത്. ഇവർക്ക് സഹായത്തിനായി എത്തിയത് ഇവരുടെ ഒപ്പം ലിവിങ്ങിനായി ജീവിക്കുന്ന ഒരു യുവാവും അദ്ദേഹത്തിന്റെ സുഹൃത്തുമാണ്. ഈ സുഹൃത്ത് വഴിയാണ് ഇവർ രക്ഷപ്പെട്ട ഇവിടെ എത്തുന്നത്. പറഞ്ഞത് ഞെട്ടിക്കുന്ന വിവരങ്ങളും. ലേക്ക് ഷോർ ആശുപത്രി സംബന്ധിച്ചൊക്കെ അവയവ കച്ചവടം നടക്കുന്നുണ്ടെന്നുള്ളത് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നതാണ്. പക്ഷേ അതിനെ പണം കൊണ്ട് മൂടുകയാണ്, ആ വാർത്തകളെ തമസ്കരിക്കുകയാണ് ഈ ആശുപത്രി അധികൃതരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനമൊട്ടക്ക് എന്തിന് രാജ്യമൊട്ടാകെ അവയവ കച്ചവട മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരമുണ്ടായിട്ടും ഭരണ സംവിധാനങ്ങൾ ഇവർക്കെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ല. ഓരോ വൻകിട ആശുപത്രികൾ സംബന്ധിച്ചും പലതരത്തിലുള്ള അവയവ കച്ചവട മാഫിയയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ യുവതിയെ സംബന്ധിച്ച ഈ യുവതിയെ ഇതിനു വേണ്ടി തയ്യാറാക്കിയ ഇതിനു വേണ്ടി കണ്ടെത്തിയ ബെന്നി എന്ന് പറയുന്ന ഏജന്റാണ്. ഈ ഏജന്റ് എന്ന് പറയുന്നത് കിഡ്നി വേണ്ടവരിൽ നിന്ന് 30 ലക്ഷത്തോളം രൂപ വരെ വാങ്ങുകയും കിഡ്നി കൊടുക്കാനായി ഏർപ്പെടുത്തിയവർക്ക് പിന്നീട് പണം കുറച്ചു നൽകി പറ്റിക്കുക കൂടി ചെയ്യുന്നു. എത്ര ദുരന്തമാണ് ഈ അവസ്ഥ എന്ന് നോക്കുക, എത്ര ഭീതിതമാണ് ഈ അവസ്ഥ എന്ന് നോക്കുക. എങ്ങനെയാണ് ഒരു ആളുടെ അവയവം അയാളുടെ ബുദ്ധിമുട്ടുള്ള ഒരാളെ കണ്ടെത്തി അയാളിൽ നിന്ന് ഈ അവയവം സ്വീകരിക്കുകയും പിന്നീട് ഇയാൾക്ക് പറഞ്ഞ തുക കൊടുക്കാതിരിക്കുക കൂടി ചെയ്യുന്നു. ഈ ഏജന്റിന്റെ കിഡ്നി ആദ്യം നൽകിയിരുന്നു. അപ്പോഴാണ് അതിലൂടെയാണ് ഇതിന്റെ ഏജന്റായി മാറുന്നത്. തുടർന്ന് ഈ യുവതിയുടെ ഭർത്താവിന്റെ കിഡ്നിയും ഇത്തരത്തിൽ കൊടുക്കുന്നു. അപ്പോഴും അവർക്ക് പറഞ്ഞ തുക കൊടുത്തിട്ടില്ല. മദ്യപാനിയും ധൂർത്തനുമായ ഇവരുടെ ഭർത്താവ് ഈ തുകകൾ അത്രയും നശിപ്പിച്ചു കളയുന്നു. പിന്നീട് പണത്തിനു വേണ്ടി ഈ യുവതിയെ കിഡ്നി വിൽക്കാൻ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. 29 വയസ്സ് മാത്രമുള്ള ഈ യുവതിക്ക് 3 മക്കളാണുള്ളത്. അവർ ചോദിക്കുന്നത് എൻ്റെ കിഡ്നി ഞാൻ കൊടുത്താൽ
ഇനി എൻ്റെ മക്കളെ നോക്കാൻ ആരുണ്ടാകും? എനിക്ക് കാര്യമായ പണിക്കൊന്നും പോകാൻ കഴിയില്ല. ഇയാളെ പേടിച്ചാണ് ഞാൻ ഇത്ര തവണയും ഇവിടെ വന്നത്. 2 തവണ ഇയാൾക്കെതിരെ പരാതി കൊടുത്തു. ഭർത്താവിനെതിരെയും ബെന്നി എന്ന ഏജന്റിനെതിരെയും പരാതി കൊടുത്തു. പക്ഷേ തെളിവുകളൊന്നും ഇല്ലാത്തതിനാൽ അതിൽ നടപടിയൊന്നും എടുത്തില്ല. മാത്രമല്ല ബെന്നി എന്നയാൾക്ക് CPM എന്ന സംഘടനയുടെ പിൻബലവുമുണ്ട്. കിഡ്നി കൊടുക്കാതെ താൻ രക്ഷപ്പെട്ട് ഓടി വരുമ്പോൾ പലവട്ടമായി CPM പ്രവർത്തകർ തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. താൻ പരാതി കൊടുത്തപ്പോഴും ബെന്നിക്കും ഭർത്താവിനെതിരെ പരാതി പോലീസിൽ കൊടുത്തപ്പോഴും CPM പ്രവർത്തകർ വിളിച്ച് തന്നെ ഭീഷണിപ്പെടുത്തി. ഇതെല്ലാം ഭയന്നിട്ടാണ് താൻ വീണ്ടും ഇയാൾ ചെക്കപ്പിനെന്നുള്ള രീതിയിൽ മാത്രം വിളിച്ച് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഇത് വിശ്വസിച്ചാണ്, ചെക്കപ്പിനാണ് എന്നുള്ള രീതിയിൽ മാത്രം വിശ്വസിച്ചാണ് താൻ ഈ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ രാത്രി എത്തുന്നത്. അപ്പോഴാണ് തന്നെ അവിടെ അഡ്മിറ്റ് ആക്കണമെന്നും ഓപ്പറേഷനുള്ള സജ്ജീകരണങ്ങൾ നടത്തണമെന്നുമുള്ള വിവരം അറിയുന്നത്. പിന്നീട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നായി. അത്ര വലിയ ഹോസ്പിറ്റലിനുള്ളിൽ താൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്? തനിക്ക് അറിയില്ല, ഇത് ഏത് വഴി പോലും രക്ഷപ്പെടണമെന്ന് പോലും തനിക്കറിയില്ല. ഈ കാര്യം പറഞ്ഞ് തന്നെ ഭർത്താവ് 3 തവണയാണ് കൊല്ലാൻ ശ്രമിച്ചത്. ആ ഭയമോർത്ത് ഇയാൾ വിളിച്ചപ്പോൾ ഞാൻ വന്നു പോയതാണ്. ഞാൻ മരിച്ചാൽ തൻ്റെ കുട്ടികൾക്ക് ആരുമില്ലല്ലോ. ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ കുട്ടി പറയുന്നത്. നമ്മൾക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ ഈ വിവരങ്ങൾ അറിയാം. നമസ്കാരം. താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കണ്ണൂരിൽ നിന്ന് എത്ര നാളായി ഈ ഒരു ഭീഷണിയിൽപ്പെട്ട് ഇതിലേക്ക് വരാൻ തുടങ്ങി? ഭീഷണിയിൽ 1 വർഷമായി. ഈ കിഡ്നി ആരാണ് ഈ കിഡ്നി കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുക്കണമെന്ന് പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡ്. താങ്കളുടെ ഹസ്ബൻഡ് തന്നെയാണ് ഭീഷണിപ്പെടുത്തി കിഡ്നി കൊടുക്കണമെന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് ഹസ്ബൻഡിന് പൈസ വേണമെന്ന് ഒരു വാശി. പൈസ വേണമെന്നും ഹസ്ബൻഡ് മദ്യം വയ്ക്കുന്ന ഒരാളുമാണ്. അപ്പോൾ ഇത്രയും ലക്ഷം രൂപ വേണമെന്നും എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഭീഷണിയായിരുന്നു. കിഡ്നി കൊടുത്തില്ലെങ്കിൽ എന്നെ കൊന്നുകളയുമെന്നും വീട്ടിൽ കയറാൻ സമ്മതിക്കില്ലെന്നും വീട്ടിൽ കയറി എന്നെ കൊന്നുകളയുന്ന ഒരു ഭീഷണി. പോലീസിനോടോ നാട്ടുകാരോടോ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നെ കൊന്നുകളയുന്ന ഒരു ഭീഷണിയാണ്. അപ്പോൾ ഈ 1 വർഷമായി തുടരുന്ന ഭീഷണി, അതിൽ 1 തവണ പോലും പരാതിപ്പെടാൻ നിന്നിട്ടില്ലേ? പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട്. DSPക്ക്, കണ്ണൂർ DSPക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഇരിട്ടി DSP അവിടെ കൊടുത്തിട്ടുണ്ട് പരാതി. പോലീസുകാർ അവിടെ നിന്ന് അന്വേഷണം തുടങ്ങിയിട്ടില്ല. ഒരന്വേഷണം തുടങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ ഏരിയ പോലീസ് സ്റ്റേഷനിൽ പോലും പരാതി കൊടുത്തിട്ടും പോലീസുകാർ അതിന് അന്വേഷണം തുടങ്ങിയിട്ടില്ല. എന്തുകൊണ്ടാണെന്നാണ് തോന്നുന്നത്? ചിലപ്പോൾ അത് പറയാൻ പറ്റില്ല. എന്നാൽ അവർ പറയുന്നത് തെളിവില്ലാണ്ട്, പോലീസുകാർക്ക് അന്വേഷണം തുടങ്ങാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു. അപ്പൊ താങ്കൾ ഇവിടെ വന്നിപ്പോ ഈ ലേക്ക് ഷോറിൽ തന്നെയാണല്ലോ ചെക്കപ്പ് എല്ലാം നടത്തിയത്. ഈ 1 വർഷമായിട്ട് ഇവിടെ വന്നു പോവുകയും കാര്യങ്ങളുടെ ഒന്നും യാതൊരു തെളിവുകളുമില്ല. അതായത് ഇവിടുത്തെ ചെക്കപ്പിന്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടാൻ യാതൊരു വഴിയില്ല. എല്ലാം ഉണ്ട് എൻ്റെ അടുത്ത്. അതെൻ്റെ നാട്ടിലാണ്, എൻ്റെ വീട്ടിലാണുള്ളത്. അല്ല, അപ്പൊ പരാതി കൊടുക്കുമ്പോൾ അവിടെ കൊടുക്കാമായിരുന്നില്ലേ? അല്ല, ഞാൻ കൊടുത്തതായിരുന്നു. എന്നിട്ടും ആരും അന്വേഷണം. ബെന്നി എന്ന് പറഞ്ഞൊരു ആള് ഏജന്റിന്റെ ഏജന്റിന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ ഏജന്റിന്റെ പേരിൽ പരാതി നമ്മൾ എടുക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും തെളിവ് കാര്യങ്ങൾ പോലീസുകാർക്ക് കിട്ടണം എന്നാണ് ഇന്നും പറയുന്നത്. ബെന്നി എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ ഏജന്റ്. ഈ ഏജന്റ് താങ്കളുടെ ഭർത്താവിനുമായി ബന്ധപ്പെടുകയാണോ? അങ്ങനെയാണോ? അതെ. അതെങ്ങനെയാണ് ബെന്നി താങ്കളുടെ ഭർത്താവിലേക്ക് എത്തുന്നത്? ബെന്നിയും എൻ്റെ ഹസ്ബൻഡും ഒരു സുഹൃത്തുക്കളാണ്. എന്ന് പറഞ്ഞാൽ ബെന്നിയുടെ കൂടെ ജോലിക്ക് പണിക്ക് പോയതൊരു സുഹൃത്താണ്. ആദ്യം ഇവർ എന്ന് പറഞ്ഞാൽ കിണറിൻ്റെ പണിക്ക് പോകാമായിരുന്നു ഈ ബെന്നി. അപ്പോൾ ആ കൂടെ എൻ്റെ ഹസ്ബൻഡും പോകുമായിരുന്നു. അങ്ങനെയാണ് ഈ ബെന്നിയും എൻ്റെ ഹസ്ബൻഡും സുഹൃത്തായി. പിന്നെ ഇവർ തുടക്കത്തിൽ തന്നെ ഇവർ കിഡ്നി ഒരു എറണാകുളം പോകണമെന്നും പറഞ്ഞ് അങ്ങനെ തുടക്കത്തിൽ എറണാകുളം 2 പേരും വരുമായിരുന്നു. ബെന്നിയും എൻ്റെ ഹസ്ബൻഡും വരുമായിരുന്നു. ഇവർക്ക് ഈ കിഡ്നി വ്യാപാരവുമായി ബന്ധപ്പെട്ട് അറിവ് ലഭിക്കുന്നത് എങ്ങനെയാണ്? അതിപ്പോൾ എനിക്കറിയാൻ പറ്റില്ല. അത് ആരോ ഇവരിൽ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഫസ്റ്റിൽ കൊടുക്കുന്നത് 2 ആളാണ്, ബെന്നിയും എൻ്റെ ഹസ്ബൻഡും. അതാണ് ഞാൻ ചോദിക്കുന്നത്. അവർ 2 ആളാണ് ലാസ്റ്റിൽ കൊടുത്തത്. കിഡ്നി കൊടുത്തതാണ്. കൊടുത്തതാണ്. ആദ്യം ബെന്നിയാണ് കൊടുത്തത്. ബെന്നിയാണ് കൊടുത്തത്. അത് ബെന്നി ഇതിലേക്ക് വരുന്നത്. അതങ്ങനെയാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് കൊടുത്തത്. പിന്നെയാണ് ബെന്നി ഓരോരോ ഡോണർമാരെ ഇതുപോലെ കണ്ടെത്തുക, ഒപ്പിച്ചു കൊടുക്കുക ആവശ്യക്കാർക്ക്. താങ്കളുടെ ഭർത്താവിന്റെ കിഡ്നി കൊടുത്തു എന്ന് പറഞ്ഞു.
എത്ര ലക്ഷം രൂപയ്ക്കാണ് അത്? 6 ലക്ഷം രൂപക്ക്. ഈ പൈസ നിങ്ങൾ എന്ത് ചെയ്തു? പൈസ ചെയ്തെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് വെള്ളമടിക്കുന്ന ഒരാളെ കൊണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ പൈസ അയാൾ വെള്ളമടിച്ച് കുറേ എന്താ പറയണ്ടേ, അടുത്ത നാട്ടുകാർക്ക് കുറേ വായ്പ കൊടുക്കുകയും പിന്നെ എന്ത് ചെയ്തെന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ഒരവസ്ഥ ആഴ്ച കൊണ്ട് അയാൾ 6 ലക്ഷം രൂപ എന്ത് ചെയ്തെന്ന് പോലും നമുക്കറിയില്ല. അതുപോലത്തെ ഒരു അവസ്ഥ. 6 ലക്ഷം രൂപ എന്ത് നശിപ്പിച്ചു? അതെ, നശിപ്പിച്ചെന്ന് തന്നെ പറയാം. വീട്ടിൽ എനക്ക് വീട്ടിലൊരു സഹായത്തിന് ഒരു 5 പൈസ തന്നിട്ടില്ല, അതെൻ്റെ മക്കൾക്ക് തന്നിട്ടില്ല. നിങ്ങൾക്ക് എത്ര മക്കളാണ്? എനിക്ക് 3 മക്കളുണ്ട്, 2 പെണ്ണും 1 ആണുമാണ്. അപ്പൊ ഇവരുടെ കാര്യങ്ങൾക്കൊന്നും ഒരു 5 പൈസ നമുക്ക് ചിലവാക്കിയിട്ടില്ല. എന്ത് ജോലിക്കാരനായിരുന്നു? അയാൾ ഹോട്ടൽ പണിക്കാരനായിരുന്നു. ഇന്നും അയാൾ ജോലി ചെയ്ത പൈസ പോലും നമുക്ക് വീട്ടിലെ ഒരു ഉപകാരത്തിനും തരത്തില്ല. അയാൾ അങ്ങനെ നമ്മളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇന്നും. പക്ഷെ അയാൾക്ക് എൻ്റെ കിഡ്നി കൊടുത്തിട്ട് ആ പൈസയും കൂടി അയാൾക്ക് മദ്യം കഴിച്ച് കളയാനും പിന്നെ കുറേ സുഹൃത്തുക്കളെയും കൂട്ടുകാരെല്ലാം കൂട്ടി അയാൾക്ക് മദ്യം കഴിക്കണം എന്നുള്ളൊരു മോഹമാണ്. അതിനാണ് ഇയാൾ എൻ്റെ കിഡ്നി കൊടുക്കണമെന്ന് പറയുന്നത്. അതിന് ഇടനില നിൽക്കുന്നയാളാണ് ബെന്നി. അതെ. അപ്പൊ ഈ ഒരു വർഷമായിട്ട് ഈ ലാസ്റ്റ് ടൈം നിങ്ങൾ വന്നത് നിങ്ങളുടെ കിഡ്നി എടുക്കാൻ വേണ്ടിയിട്ടാണ്? അതെ, എൻ്റെ ഓപ്പറേഷൻ അവരെ നുണയും പറഞ്ഞ് വിളിച്ചതാണ്. ഒരു ലിവർ എനിക്കൊരു പനി വന്നായിരുന്നു. ഇപ്പോൾ എനിക്കൊരു ഒരാഴ്ച ഒരു മാസമായി പനി വന്നിട്ട്. ഒരു ന്യൂമോണിയ പനി വന്നായിരുന്നു. ആ പനി സമയം ഞാൻ കണ്ണൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അങ്ങനെ പനി വന്നപ്പോൾ പനി കുറഞ്ഞ വീട്ടിലേക്ക് വന്നപ്പോൾ അവരെന്നെ വിളിച്ച് പറഞ്ഞ് പിന്നെ കിഡ്നി കൊടുക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ലിവറിൻ്റെ ടെസ്റ്റ് ചെയ്യണം. ഞാൻ മരുന്ന് കഴിച്ചിട്ടുണ്ടല്ലോ, ആ മരുന്ന് എൻ്റെ ലിവറിന് എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയണമെന്ന് പറഞ്ഞിട്ട് അവർ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ടെസ്റ്റും ചെയ്ത് പിറ്റേന്ന് തന്നെ പോകാമെന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേന്ന് തന്നെ പോകാമെന്ന് പറഞ്ഞ ആൾ നിങ്ങളോട് പറയുന്നുണ്ട് കിഡ്നി കൊടുക്കണമെങ്കിൽ എന്ന്. ഇവർ ടെസ്റ്റിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കിഡ്നി നാളെ ഓപ്പറേഷൻ ആണ്, നാളെ അഡ്മിറ്റ് ആവണമെന്നൊന്നും ഒരു വാക്ക് ഇവർ എന്നോട് പറയുന്നില്ല. ഇവരെന്നോട് ബ്ലഡ് കൊടുത്തിട്ട് നമുക്ക് നാളെ തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ശരിയാണ്. പക്ഷെ ഞാൻ ആ ധൈര്യത്തിൽ, പക്ഷെ ഞാൻ വരുന്ന സമയത്ത് ഞാൻ വേറെ ആളെ എനിക്ക് 2 സുഹൃത്തുക്കളെ ഞാൻ വിളിച്ച് അവർക്ക് ഓർഡർ കൊടുത്തു. ഞാൻ സ്ഥലം വരെ പോകുന്നുണ്ട്. അപ്പോൾ അവരെനിക്കൊരു വാണിംഗ് തന്നു, നീ പോയിക്കോ, കൂടെ ഞങ്ങളുണ്ടെന്ന് അവരെനിക്കൊരു വാണിംഗ് തന്നു. ആ ധൈര്യത്തിൽ ഞാൻ ഇവിടം വരെ എത്തി. അതെ, 2 സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഇപ്പോൾ കൂടെ, അതായത് നിങ്ങൾ ലിവിങ് ഇൻ റിലേഷനിൽ താമസിക്കുന്ന ആളല്ലേ ഒരാൾ? അതെ അതെ, ഒരാള്. അപ്പൊ അദ്ദേഹമാണ് പറഞ്ഞത്? അവരെ ഞാൻ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, നീ പോയിക്കോ, പുറകെ ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഉണ്ട്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ അവരെ സുഹൃത്തായിരുന്നു മറ്റൊരാൾ. അപ്പോൾ അവരെ വിളിച്ചു പറഞ്ഞു. ഞാനിവിടെ എത്തുമ്പോൾ രാത്രിയായിരുന്നു. അവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ട് എത്തുമ്പോൾ രാത്രിയായിരുന്നു. ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നു. ഞാൻ ഒരു റൂം എടുത്ത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ഞാൻ ഹോസ്പിറ്റലിൽ ഇവർ ചെല്ലാൻ പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഇവരെന്നോട് പറയുന്നത്, അവിടുത്തെ സിസ്റ്റർമാരോട് ഇവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആകാൻ വേണ്ടി അഡ്മിറ്റ് ആക്കാം, പിന്നെ റൂം ബുക്കിംഗ് ചെയ്യാൻ എല്ലാം ഇവർ അങ്ങോട്ട് സിസ്റ്റർമാരോട് പറഞ്ഞ് ഇവർ ബുക്കിംഗ് ചെയ്യാൻ. രാത്രി ഇവിടെ വന്ന് എത്തുമ്പോൾ തനിച്ച് വരുമ്പോൾ ഭയമൊന്നും തോന്നിയിരുന്നു? തോന്നി. ഈ സ്ഥലം തിരഞ്ഞു പിടിച്ചത് ഇത് ഞാൻ ഇവിടെ തന്നെ വന്നിട്ടുള്ളതല്ലേ, ടെസ്റ്റിനെല്ലാം വന്നിട്ടുള്ളതല്ലേ. അപ്പം എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഈ സ്ഥലം നല്ലൊരു ഓർമ്മയുണ്ടായിരുന്നു. ഈ അഡ്മിറ്റ് ആവാൻ വേണ്ടി പറയുന്ന സമയത്ത് ഈ ബെന്നിയും ഭർത്താവും ആ ഭാഗത്തുണ്ടോ? ഉണ്ടായിരുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ അവരില്ലായിരുന്നു. പുറത്ത് ഉണ്ടോ ഇല്ലെന്ന് ഞാൻ അറിയില്ല. പക്ഷെ ഇവരെന്നോട് വിളിച്ചിട്ട് പറഞ്ഞ ഇവർ ആലുവയിലാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്കറിയില്ല ഇവർ ഹോസ്പിറ്റലിൻ്റെ പുറത്തുണ്ടോ, പിന്നെ അകത്തെന്തായാലും ഇവർ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ അവരെ കണ്ടാൽ ചിലപ്പോൾ ഞാൻ അതിന് സമ്മതിക്കില്ല എന്നുള്ളൊരു പേടിക്കണ്ട. അവർ ചിലപ്പം പുറത്ത് മാറി നിന്നിട്ടുണ്ടാവാം. ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അവരെ. നഴ്സുമാർക്കൊക്കെ വിളിച്ച് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരുന്നത് ആരാണ്? ഇവരാണോ? അത് ഇവർ തന്നെയാണ്. അഡ്മിറ്റ് ആക്കണമെന്ന് പേഷ്യന്റിന്റെ ആൾക്കാരും ഈ ഏജന്റായ ബെന്നിയും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ്. അതായത് നിങ്ങൾ കിഡ്നി എന്ന് പറയുന്ന അത് സ്വീകരിക്കാൻ നിൽക്കുന്നവരുടെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു? അതെ, അവരാണ് ഉണ്ടായിരുന്നു അവിടെ. അവരെ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. അവരെ കണ്ടപ്പോൾ മനസ്സിലായി എനിക്ക്. നേരത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. 1-2 തവണയെ കണ്ടിട്ടുള്ളൂ. ചില അവരൊരു മുസ്ലിമാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഞാനൊരു കിഡ്നി കൊടുക്കാമെന്ന് പറഞ്ഞൊരു കുട്ടി, ഒരു പെൺകുട്ടിയാണ്, ഒരു 17 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ പെൺകുട്ടീൻ്റെ ഉപ്പ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവരെ അവർക്ക് നല്ല പരിചയമുണ്ട് അവരെ. എന്നാൽ ഇവർ 2-3 ഞാനിവിടെ ടെസ്റ്റിന് വരുന്ന സമയത്തെല്ലാം വരെ ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. അപ്പോൾ അങ്ങനെ അവരെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതാ. പക്ഷെ ഞാൻ പറയും ചെയ്തു, ഞാൻ ഇന്ന് അഡ്മിറ്റ് ആവുന്നില്ല, നമുക്ക് വീട്ടിൽ പോയിട്ട് ഞാൻ ബ്ലഡ് കൊടുത്തിട്ട് നാളെ നാട്ടിൽ പോയിട്ട് എൻ്റെ മക്കളോടും അമ്മയോടും കുടുംബക്കാരോടൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. എനിക്ക് എൻ്റെ ഉള്ളിൽ പേടിയാണ്. എൻ്റെ പ്രായം അനുസരിച്ച് ഞാനൊരു കിഡ്നി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മക്കളെ നോക്കാൻ ആരും ഉണ്ടാവില്ല എന്നൊരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഭയം ഉണ്ടായിരുന്നിട്ടും ഭർത്താവിന്റെ ഭീഷണി ഭയന്നിട്ടാണ് വന്നത്. അതെ
ഇന്നലും എൻ്റെ ചെക്കപ്പ് ചെയ്തിട്ട് പോകാമെന്നുള്ള ഒരു ധാരണ. അതെ, ആ ധാരണത്തിൽ വന്നതാണ്. പക്ഷേ ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവിടെ എത്തുമ്പോൾ എന്നെ ഇവർ പറ്റിക്കുമെന്ന് ഞാൻ പറ്റിച്ചു കളയുമെന്ന് ഞാൻ അറിയില്ലായിരുന്നു. ഇവരെന്നെ അതുപോലെ ഒന്ന് ലോക്കാക്കാൻ നോക്കിയത് ഹോസ്പിറ്റലിനുള്ളിൽ. അവർക്കത് പറ്റിയില്ല. ഞാൻ അതുകൊണ്ട് ആ സമയത്ത് ഞാനിവിടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ വരെ എൻ്റെ പുറകെ എത്തിനെ. ഞാൻ വിളിച്ചു പറഞ്ഞ ആൾ എൻ്റെ പുറകെ എത്തി. ഞാൻ ഇവരോട് വിളിച്ചു പറഞ്ഞു, ഞാനിങ്ങനെ ബ്ലോക്കായി പോയി ഹോസ്പിറ്റലുള്ളിൽ. ഞാൻ ഏതോ 12ാം നിലേൻ്റെ മുകളിലാണുള്ളത്. എനിക്ക് അറിയില്ല എന്നെ ഇങ്ങനെ രക്ഷിക്കണം. ഞാൻ ഇവരോട് വിളിച്ചു അറിയായിരുന്നു. പക്ഷെ ഇവരെന്നോട് പറഞ്ഞു നീ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങുമെന്ന് പറഞ്ഞ്. പക്ഷെ ഞാൻ ആ സമയത്ത് ഞാൻ അടുത്ത സിസ്റ്റർമാരോട് എനിക്ക് പുറത്തിറങ്ങേണ്ട വഴി ഒന്ന് പറഞ്ഞുതരാമെന്ന് ചോദിച്ചു. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് രാത്രിയാണ്, അന്ന് രാത്രി. അപ്പം ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു 14ാം തീയതി രാത്രി, മെയ് 14 രാത്രി. ആ അന്ന് രാത്രിയാണ് സംഭവം നടക്കുന്നത്. 12ാം നിലയുടെ മുകളിൽ വെച്ചിട്ട് ഞാൻ ഫോൺ വിളിക്കുക, എനിക്ക് സ്ഥലങ്ങൾ അറിയട്ടെ. അപ്പോൾ അവിടുത്തെ കുറേ സിസ്റ്റർമാരായപ്പോൾ ഞാൻ അവർ സിസ്റ്റർമാരോട് ചോദിച്ചു, സിസ്റ്ററെ എനിക്ക് പുറത്തേക്ക് കിടക്കേണ്ട വൈകൾ എനിക്കൊന്ന് പറഞ്ഞുതരാമെന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നെ കാണിച്ചത് എങ്ങനെയാണ് പുറത്തിറങ്ങേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ആ സിസ്റ്റർമാരോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ ഇങ്ങനെ ഒരാളെ കാണാൻ പറഞ്ഞതെന്നാണ് ആ സിസ്റ്റർമാരോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് പുറത്തേക്ക് പോകാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെനിക്ക് പറഞ്ഞത് ഇതിലിങ്ങനെ ഇറങ്ങിക്കോന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി പുറത്ത് നിൽക്കവർ ഇവർ ഓട്ടവും കൂട്ടി അവിടെ വന്ന് എന്നോട് പറഞ്ഞ് കയറ്, ഏടി അധികം നേരം നിന്നാൽ നമുക്ക് പണി കിട്ടും, നീ കയറുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ കയറി. ഞാൻ എടുത്ത റൂമ് അപ്പോൾ അവർക്ക് ഞാൻ വേറെ റൂം എടുത്ത് കൊടുത്ത്. അവർ വന്നപ്പോൾ ഞാൻ അവർക്ക് വേറെ റൂം എടുത്ത് കൊടുക്കുകയും ചെയ്തിന്. പുറത്ത് പോയിട്ട് രക്ഷപ്പെട്ട് പോയിട്ട്. ആ അവിടെ ഹോസ്പിറ്റലിലെ റൂമിന്റെയും കാര്യങ്ങളുടെയും എല്ലാം ചെലവ് നോക്കാൻ അത് ഞാൻ തന്നെയാണ്. എൻ്റെ പൈസ ഞാൻ എൻ്റെ ചിലവ് പൈസ എടുത്തിട്ട് തന്നെ ഞാൻ ഇതെല്ലാം ചെയ്തിന്. അവരെനിക്കൊരു 5 പൈസ ഈ ടെസ്റ്റും കാര്യങ്ങളും കമ്മിറ്റി ഉണ്ടാവും, 2 കമ്മിറ്റി ഉണ്ടാവും. ഈ കിഡ്നി കൊടുക്കുന്നവർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇവിടെ കളമശ്ശേരി ഒരു കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റി സമയത്ത് ഈ ബെന്നി ഏജൻ്റ് എന്ന് പറഞ്ഞ ബെന്നി എത്രയോ ആൾക്കാർ കിഡ്നി കൊടുത്താലും പിന്നെ ഇവൻ കൊടുക്കുന്ന ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് 1-2 ലക്ഷം രൂപ കൊടുക്കും. അങ്ങനെ കൊടുത്താൽ ഒരു ഡോണർ ഉറച്ചു നിൽക്കും. ഒരു ഡോണർ കിഡ്നി കൊടുക്കാൻ ഉറച്ചു നിൽക്കും. ആ ധൈര്യം അവന് ആദ്യം ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കൊടുക്കുന്നതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു 5 പൈസ തന്നിട്ടില്ല. എനിക്ക് ഞാൻ ചോദിക്കാനൊന്നും പോയിട്ടില്ല. എനിക്ക് ഇന്ന് ഇത്രയും ദിവസങ്ങളായിട്ട് ഒരു 5 പൈസ തന്നിട്ടില്ല അയാൾ. അതുകൊണ്ട് നിനക്ക് അപ്പൊ ഈ ഒരു വർഷമായിട്ട് ഇവിടെ വന്ന് ഈ ടെസ്റ്റ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് ടെസ്റ്റിനും കാര്യം അല്ല, ടെസ്റ്റിനെല്ലാം പൈസ അവരെന്നെ മുടക്കും. നമുക്ക് വണ്ടി കൂലിയെല്ലാം തരും, വണ്ടി കൂലി അവർ തരും. ചിലവിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ്. ഇവരെന്നത് അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ഇവർ അങ്ങനെ തരൂല എന്നുള്ള ധാരണ ഉണ്ടെന്നുള്ളത് ഞാൻ വരുമ്പോൾ എന്തായാലും എൻ്റെ അടുത്ത് കുറച്ച് പൈസ എന്തെങ്കിലും ഉണ്ടാകും. ലാസ്റ്റ് ടൈം ആയപ്പോ വന്നപ്പോ ഇവര് ഈ അഡ്വാൻസ് തരേണ്ട തുക ഒന്നും തന്നില്ല. ഇവരവിടെ എന്നെ ഒന്ന് പറ്റിക്കാൻ നോക്കിയതാ. എനിക്ക് സാധാരണ ഒരു ഡോണർക്ക് വരെ 9 ലക്ഷം എന്ന് പറഞ്ഞാൽ ചില ഡോണർമാരോട് 15 ലക്ഷം തരാമെന്നൊക്കെ ബെന്നി പറയും. 15 തരാം, ചിലവരോട് 10 തരാം എന്നൊക്കെയാ പറയുക. പക്ഷേ ഇവർ ഓപ്പറേഷൻ സമയമാകുമ്പോൾ ഇവരെ ഇയാൾ പറ്റിച്ച് കളയും. നിങ്ങളോട് ഞാൻ ആ സമയത്ത് അതല്ലേ പറഞ്ഞു. അല്ല, അങ്ങനെയല്ല. ഇയാൾ പറയുന്നത് ആ സമയത്ത് ഈ ഓപ്പറേഷൻ സമയത്ത് പിന്നെ അവരായിട്ട് പൈസ വാങ്ങുന്ന സമയത്ത് ബെന്നി പറയുന്നത് നിങ്ങൾക്ക് ഇത്ര ആദ്യം പറഞ്ഞ 15 തരാമെന്നാണ് പറയുക. ഒരു ഡോണർ കിട്ടുന്നവരെ ഇവൻ 15 തരും എന്ന് പറയും. അത് കഴിഞ്ഞ് അവൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇത്രയല്ലേ പൈസ തരാൻ പറഞ്ഞിട്ടുള്ളൂ, പിന്നെ നിങ്ങൾക്കറിയാം ഞാൻ 15 ആക്കിയത് 16 ആക്കിയത്. ഇന്നെല്ലാം വേൻ തന്നെയാന്ന് തിരിച്ചത് പറയാം ഇവരോട്. നിങ്ങൾക്ക് ഇത്ര ആ സമയത്ത് എൻ്റെ ഇവന് അല്ല 8 ലക്ഷം രൂപ കൊടുക്കും, അല്ല 9 കൊടുക്കും, അല്ല അതിന് താഴോട്ട് കൊടുക്കും, മേലോട്ട് കൊടുക്കില്ല. എമൗണ്ട് മേലോട്ട് കൊടുക്കൂല, പറയില്ല. ഇവൻ ആദ്യം പറയുന്നത് ഇങ്ങനെയാന്ന്, ഒന്നും കൊടുക്കില്ല ആർക്കും. അഡ്വാൻസ് കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല. ഈ ഒരു ഡോണർ കിട്ടുന്ന ആ ഡോണറോട് നുണ പറയും, അതിനൊക്കെ ഇത്ര ലക്ഷം രൂപ തരാം ഓപ്പറേഷൻ സമയത്ത് എന്ന് പറയുമ്പോൾ ആരും നിന്നു പോവും. പക്ഷേ ഓപ്പറേഷൻ സമയത്തുമ്പോൾ ഇവൻ എന്ത് ചെയ്യും, ആ 15-ന്ന് പകുതി ഇവൻ ആക്കും അത്. അപ്പോൾ 15-ന്ന് ഇവനെ പറയും നിങ്ങൾക്ക് 8 തരാനല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെയല്ലേ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞത്, മറ്റേതല്ലേ മറിച്ച് തരുന്നതൊക്കെ. ഇവൻ്റെ ആ വർത്താനം അങ്ങനെയാന്നേ. അതുകൊണ്ട് പറഞ്ഞു അവൻ അങ്ങനെ സംസാരിക്കൂ. അവന് ഒരു മനുഷ്യനെ പറ്റിച്ചോണം നടക്കുന്ന പിന്നെ ആളാണ്. അതുകൊണ്ട് പറ്റിച്ചിട്ട് ഇയാൾ ലോകം എന്ന് പറഞ്ഞാൽ ലോകത്തെ അത്രത്തോളം ഇയാൾ അനുഭവം എന്ന് പറഞ്ഞാൽ പണത്തിനെ കൊണ്ട് തന്നെ ഇയാൾ കളിക്കുന്നുണ്ട്. ലിവറും കിഡ്നി ഇപ്പം 2ാം ഭാര്യയുണ്ട്. 2ാം ഭാര്യനെ 3-4 സ്ഥലത്ത് സ്ഥലങ്ങൾ എടുത്തിട്ടുണ്ട്. എല്ലാം കിഡ്നി കൊടുത്തൊന്നും ഈ എത്രയോ ആൾക്കാരെ പറ്റിച്ചിട്ട് ഉണ്ടാക്കുന്ന പൈസയാണിത്. എത്രയോ ആൾക്കാർ ഇയാൾ പറ്റിച്ചിട്ടുണ്ട്. ഇത്ര ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞ് സാധാരണക്കാരനെ, അതായത് ബുദ്ധിമുട്ടുള്ളവരെ സമീപിക്കുക. അവസാനം ഇത് കിഡ്നി കൊടുത്തു കഴിയുമ്പോൾ, കിഡ്നി ആവട്ടെ ലിവർ ആവട്ടെ എന്താവട്ടെ, അത് കൊടുത്തു കഴിയുമ്പോൾ ഈ പറഞ്ഞ എമൗണ്ടിന്റെ നേരെ താഴേക്ക് ഇയാൾ വരും. ബാക്കി പൈസ ഇയാൾ
ഇയാൾ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ് ഇയാൾ വലിയൊരു ഇപ്പം പണക്കാരനെന്നാണ് എല്ലാവരും പറയുക. നമ്മളെ നാട്ടിലെ അറിവ് ഇയാൾ പണക്കാരനെന്നാണ്. ഇങ്ങനെ ഒരു മനുഷ്യനെ ഒരാളെ പറ്റിച്ചിട്ടാണ് ഇയാൾ ജീവിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ഒരാളെ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം, എല്ലാ നാട്ടുകാർക്കും അറിയാം ഇയാൾ ഇങ്ങനത്തെ ഇയാളിപ്പം ജീവിക്കുന്നത് കിഡ്നി, എല്ലാവരുടെ കിഡ്നി വിറ്റിയാണ് ഇയാളുടെ ജീവിതം. അത് നാട്ടിലെ എല്ലാവർക്കും അറിയാം. അതിന് എത്രയോ ആൾക്കാർ ഇയാളെ പറ്റിച്ചിട്ടുണ്ടോ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. ഇയാൾ അതുപോലെ എല്ലാരും പറ്റിച്ചിട്ടുണ്ട്. എല്ലാം പോലീസുകാർ നിന്നിട്ടില്ല. ഞാൻ ഇത്രയും കംപ്ലൈന്റ് കൊടുത്തിട്ടും പോലീസുകാർ അതിന് നിന്നിട്ടില്ല. അത് അന്വേഷിക്കാൻ പോലും പോലീസുകാർ എൻ്റെ വീട്ടിൽ പോലും വന്നിട്ടില്ല അന്വേഷണം. ഞാനൊരു പരാതി കൊടുത്തത് എൻ്റെ ഹസ്ബൻഡിന്റെ പേരിലും ഈ ബെന്നിയുടെ പേരിലാണ്. എന്നിട്ടും പോലും പോലീസ് 2 തവണ ഞാൻ പരാതി കൊടുത്തു. ഒന്ന് DSP കൊടുത്തു, ഒന്ന് പോലീസ് കൊടുത്തു. എന്നിട്ട് 2 കൂട്ടരും വന്ന് പരാതി അന്വേഷിക്കാനോ എന്താ സംഭവങ്ങളാണോ ഒന്നൊന്നും കാര്യങ്ങൾ അന്വേഷിക്കാനൊന്നും പോലീസുകാർ ഇന്ന് ഇത്രയും ദിവസങ്ങളായിട്ട് നിന്നിട്ടില്ല. DSP എന്നോട് എന്ന് പറഞ്ഞാൽ DSPനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അവിടുത്തെ സാറുമാരെയാണ് കണ്ടത്. അവിടുത്തെ SI സാറുമാരെ കണ്ടപ്പോൾ അവർക്ക് ഞാൻ ഈ പരാതി കൊടുത്തു. അവരെന്നോട് പറഞ്ഞത് ഈ കേസ് നമ്മൾ നിങ്ങൾ ഏരിയപ്പെട്ട സ്റ്റേഷനിലേക്ക് അയക്കാം, നിങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ്. അവരും വന്ന് അന്വേഷിച്ചിട്ടില്ല. ഇപ്പം ഞാൻ മിഞ്ഞാന്ന് വിളിച്ചു, ഞാനിവിടെ എത്തി സാറേ, എനിക്ക് ഇവരെന്നെ കിഡ്നി എൻ്റെ ഭീഷണിപ്പെടുത്തി. എൻ്റെ നാട്ടിലെ പോലീസ് CI സാറെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇങ്ങനെയാണ് സംഭവം, അവരെൻ്റെ കിഡ്നി എടുക്കുമ്പോൾ അവരെന്നെ നുണയും പറഞ്ഞ് വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞപ്പോൾ ആ സാർ എന്നോട് പറഞ്ഞത് ഇവിടുത്തെ ഈ നടക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പിടികിട്ടുന്നില്ല, ഈ ലെക്സോർ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരു പോലീസുകാരുണ്ടായിരുന്നു. ആ സ്ഥലത്തിൻ്റെ അല്ല, മറന്നുപോയി. അവിടുത്തെ പോലീസുകാരെ വിളിച്ച് പറയാന്ന് പറഞ്ഞു. അവിടെ തന്നെ പനങ്ങാട് പോലീസുകാരെ വിളിച്ചു പറയാന്ന് എൻ്റെ നാട്ടില് പറഞ്ഞു. അതിൻ്റെ അവർ CI പറഞ്ഞു. അതിൻ്റെ വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിപ്പോയി. ആ മൊബൈൽ സ്വിച്ച് ഓഫ് ആയപ്പോൾ ഇവർക്ക് ഇവിടുത്തെ പോലീസുകാർക്ക് എന്നെ അന്വേഷിക്കാൻ പറ്റില്ലായിരുന്നു. ഇന്നലെ രാത്രി പോലീസുകാർ ആ റൂമിൽ ഞാൻ 2 റൂം എടുത്തായിരുന്നു. അവിടെ ഇവർക്ക് റൂം എനിക്ക് റൂം ഞാൻ എടുത്തായിരുന്നു. ഹോസ്പിറ്റലല്ല, ഹോസ്പിറ്റലിൻ്റെ പുറത്ത്. അപ്പോൾ അവിടെ പോലീസുകാർ വന്നിട്ട് ഞാൻ പറഞ്ഞത് എന്നെ രക്ഷിക്കാൻ വന്ന 2 പേരാണ് ഇവർ. അത്രയൊരു വാക്കേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പത്തിന് പോലീസുകാർ ഇവരെ ഇട്ട് അടിക്കുകയായിരുന്നു. എനിക്കൊന്നും പറയാനോ അവരെന്താ കാരണം എന്തിനു വന്നത് ഞങ്ങൾ ആരെ എന്നാന്ന് പോലീസുകാർ ചോദിക്കാനുള്ള അടിയായിരുന്നു പോലീസുകാരുടെ. റൂമിലിട്ടാണ് അടിക്കുന്നത് ഇവരെ. അപ്പം ഞാൻ പറയുന്നുണ്ട് അവരെ അങ്ങനത്തെ ഒരാളല്ല. പോലീസുകാരോട് ഞാൻ വന്നിട്ട് പോലീസുകാർ കേൾക്കണ്ടാണ് അവരടിച്ചത്. ഞാനൊന്നും എൻ്റെ വാക്ക് വീഴാൻ പോലും വരെ ഞാനൊരു കാര്യം പറയാൻ പോലും പോലീസുകാർ സമ്മതിക്കാണ്ട് അവരെ അടിച്ചു. അപ്പോൾ അത് ചെയ്തെന്ന് പോലീസുകാർക്ക് തന്നെ ഒരാൾ അടിക്കാൻ മാത്രം പോലീസുകാർക്ക് തന്നെ പറ്റുന്നുണ്ട്. ഞാൻ ഇത്രയും വലിയൊരു പരാതി കൊടുത്തിട്ടും പോലീസുകാർ അത് അന്വേഷിക്കാൻ ഇറങ്ങിയിട്ടില്ല. അതെൻ്റെ നാട്ടിലാകുന്ന സംഭവമാണ്. പിന്നെ ഞാൻ എൻ്റെ റേഷൻ കാർഡും ആധാറിലും ആലുവയിലൊക്കെ മാറ്റിയതും ഈ ബെന്നി കാരണമാണ്. അവിടുത്തെ DSPക്കും അവിടുത്തെ DSP ലെറ്ററാണ് ഞാൻ മാറ്റുന്നത്. അത് എൻ്റെ കണ്ണൂർ DSP ലെറ്റർ തരില്ല എന്ന് പറഞ്ഞു. ഞാനൊരു ST ആണ്. അപ്പോൾ ST എൻ്റെ കിഡ്നി കൊടുക്കാൻ പോലീസുകാർ സമ്മതിക്കില്ല എന്ന് എൻ്റെ നാട്ടിൽ നിന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് എന്തായാലും കിട്ടില്ല എന്നൊരു അറിവ് ബെന്നിക്ക് മനസ്സിലായപ്പോൾ ബെന്നിയുടെ മനസ്സിലൂടെ ബെന്നി എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ആധാറും റേഷൻ കാർഡും നമുക്ക് ഇങ്ങനെ സ്ഥലത്തേക്ക് മാറ്റാം, എന്നിട്ട് നമുക്ക് അവിടുത്തെ DSP ലെറ്റർ വാങ്ങാന്ന് പറഞ്ഞു. അത്രയും ഊഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിടിപ്പുള്ള ആളാണ് ബെന്നി. അതെ, രാഷ്ട്രീയ സത്യം ഉടായ്പ കളിക്കാനും അതിന് എല്ലാം മിടുക്കാനത്. രാഷ്ട്രീയമായിട്ട് ഇയാൾക്ക് അതും ബന്ധമുണ്ട്. ഏത് പാർട്ടിയുമായിട്ട്? CPM പാർട്ടിയായിട്ട് തന്നെ. CPM ആയിട്ടോ ചേർന്നിരിക്കുന്നു. CPM പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാള് പാർട്ടിക്ക് വേണ്ടി ഇയാള് എന്തും ചെയ്യുന്നുണ്ട്. പാർട്ടിക്കാർ പിന്നെ എന്നെ വിളിച്ച് കുറച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. എൻ്റെ എൻ്റെ നാട്ടിലെ CPM പാർട്ടിക്കാര്. ഞാൻ പറഞ്ഞു എന്നെ ഭരിക്കാൻ നിൽക്കണ്ട, ഞാനൊരു ST ആണ്, എന്നെ ഭരിക്കാൻ പാർട്ടിക്കാർക്ക് അധികാരമില്ല, എൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് കിഡ്നി കൊടുക്കാൻ പറ്റൂ, അല്ലാണ്ട് ബെന്നി പറഞ്ഞ പോലെയോ പാർട്ടിക്കാർ പറഞ്ഞ പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ കിഡ്നി കൊടുക്കണമെന്ന് പറഞ്ഞു. അതെ, അത് എന്നെ വിളിച്ചിട്ട് എന്നോട് പറയാ അവർ അഡ്മിറ്റ് അല്ലേ, നിനക്ക് പോയി അവർക്കൊരു ഞാൻ പറഞ്ഞു ഞാനൊരു ST ആണ്, എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റും. ഞാനത് പാർട്ടിക്കാരോട് അങ്ങോട്ട് അതുപോലെ തന്നെ ദേഷ്യത്തോടെ തന്നെയാണ് അവർ പറഞ്ഞത്. തിരിച്ച് നല്ലോണം പറഞ്ഞായിരുന്നു. തിരിച്ച് നല്ലപോലെ CPM പാർട്ടിക്കാർ നല്ലപോലെ വേക്ക് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ തിരിച്ചെന്നാ പറഞ്ഞത്, ബെന്നിയെ വിളിച്ചിട്ട് അവർ പറഞ്ഞു ആ തെറി പറഞ്ഞെന്നു.
തെറി പറഞ്ഞത് വേറെ, ഞാൻ വേക്കാം. ഞാനൊരു എസ് ടി ആണ്. എൻ്റെ കിഡ്നി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കുടുങ്ങുന്നൊരു അവസ്ഥയാണ്. പുറമെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും ആൾക്കാർ കുടുങ്ങേണ്ടതാ. അത് പാർട്ടിക്കാർക്ക് തന്നെ അറിയാം. എന്നിട്ടും പാർട്ടിക്കാർ അവർക്ക് കൂട്ടു നിന്നിട്ട് അവരെന്നെ ഭീഷണിയായിരുന്നു. പക്ഷെ ഞാനത് വിട്ടു കൊടുക്കാണ്ട് ഞാൻ തിരിച്ചങ്ങോട്ട് അതുപോലെ തന്നെ ഇന്നലെ രാത്രി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേര് അവരെ അടിച്ചു പോലീസുകാർ. തുടർന്ന് എന്താ ഉണ്ടായേ? അവർ കയറി വന്നപ്പാടും ഞാൻ എൻ്റെ റൂമിൻ്റെ കഥ അടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർ രണ്ടാളും നിൽക്കുന്ന റൂമിൻ്റെ കഥ കടക്കാണ്ട് ഇവർ രണ്ടാളും എന്തോ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ കിഡ്നീൻ്റെ പ്രശ്നം തന്നെയാണ്, ബെന്നിയുടെ ഇങ്ങനെയൊക്കെയാണ്. അവരിങ്ങനെ തന്നെ എന്നെ കൊണ്ടാണ് പറഞ്ഞത്, ഒരു ചെറിയൊരു പ്രായമുള്ളൊരു പെൺകുട്ടി ഇങ്ങനെ കിഡ്നി കൊടുക്കുമ്പോൾ അവൾക്ക് മക്കളില്ലേ. എന്നാലും ഇവർ രണ്ടാളും ഇരുന്ന് പറയുമ്പോൾ അന്ന് പോലീസുകാരൊക്കെ കയറി വരവ് വന്ന പാടും എൻ്റെ റൂമിൻ്റെ കഥക് മുട്ടി. ഞാൻ തുറക്കാൻ താമസിച്ച്. അതിൻ്റെ ഇടക്ക് പിന്നെ ഇവരോട് എന്തോ ചോദിച്ചപ്പോഴത്തേന് ഇവർ എന്തോ മറുപടി ഇവർ പറഞ്ഞിന് പോലീസുകാരോട്. അല്ല അവർ 2 പേര് മാത്രം. ഞാൻ എൻ്റെ റൂമിലാണ്. അതെ, ഞാൻ എൻ്റെ റൂമിലാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഇന്ന് പോലീസുകാർ കയറി വന്നത്. ഞാൻ കഥക് തുറന്ന് ഇതാരാ ഞാൻ എന്നോട് ചോദിക്കും. അപ്പം ഞാൻ അതന്നെ ഈ കിഡ്നീൻ്റെ പേരിൽ എന്നെ രക്ഷിക്കാൻ വന്ന ആളാന്ന് പറഞ്ഞില്ലേ. അപ്പം അവരുടെ പോലീസുകാരുടെ വിചാരം എന്താ, ഏജൻറ്റും എൻ്റെ ഹസ്ബൻഡും ആണോ എന്നുള്ള ധാരണത്തിലാണ് ഇവരെ അടിച്ചത്. ഞാൻ പറയുന്നത് സാർ അവരല്ല, അടിക്കരുത്, അവരല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, പറയാൻ സമ്മതിക്കാണ്ട് പോലീസുകാർ കയറി അടിക്കേണ്ട ആവശ്യം പോലീസുകാർക്ക് ഇല്ലായിരുന്നു. അപ്പം ഇന്നലെ അതാണ് സംഭവം അവിടെ. ഇപ്പം ഈ പ്രശ്നം വന്നേരെ ബെന്നി എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ ചാടി ഞാനവിടുന്ന് രക്ഷപ്പെട്ടവരെ ബെന്നി എന്നെ വിളിച്ചിട്ടില്ല. അതായത് നിങ്ങളുടെ വൃക്ക സ്വീകരിക്കാൻ നിന്നവരെ നിങ്ങൾ പോകുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടാവും. ബെന്നിയോ? അല്ല, ഈ വൃക്ക ബെന്നി വാക്ക് കൊടുത്തവരുണ്ടാവുമല്ലോ, വൃക്ക നൽകാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടാവുമല്ലോ നിങ്ങളുടെ. അവര് നിങ്ങൾ പോകുന്ന വിവരം അറിഞ്ഞിട്ടുണ്ടോ? അതെ, അറിഞ്ഞിനി. അവർ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അവരവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. പേഷ്യൻറ്റിൻ്റെ ആൾക്കാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഞാൻ പോയാൽ മാത്രം അവർക്ക് അവിടെ ഞാൻ പോയാൽ മാത്രമേ ഇന്ന് അവിടെ ഓപ്പറേഷൻ നടക്കുകയും ചെയ്യും, സൈൻ ചെയ്യാനും പറ്റും, എല്ലാം ഞാൻ പോകണം. പക്ഷെ ഞാൻ അവിടെ ചെന്നത് ഇവരെനിക്കിട്ടൊരു പണിയാനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാലും എന്തോ ഒരു മനസ്സിൽ എനിക്കൊരു ഇത്. അവർ ബോയ്സ് മെസ്സേജ് ഇട്ടതല്ല, ഞാനല്ല കൃത്യമായിട്ട് വേറെ ആൾക്ക് ഇട്ട് കൊടുത്തു. ഇവർ പറയുന്നത് ബെന്നിയുടെ 2ാം ഭാര്യയും പറയുന്നത് 2ാം ഭാര്യ എന്നെ വിളിച്ചിട്ട് ഭയങ്കര ദേശത്തുള്ള വർത്താനാണ്. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളെ കിഡ്നിയല്ല എടുക്കുന്നത്, എൻ്റെ കിഡ്നിയാണ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്ന സമയത്തേ വരാൻ പറ്റും. നിങ്ങൾ പറയുമ്പോൾ ഓടി വരാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ആ സമയത്ത് നിങ്ങൾക്കൊരു കിഡ്നി കൊടുത്തൂടെ? അങ്ങനെ ഞാൻ മോശമായിട്ട് തന്നെ അവരോട് വർത്താനം പറഞ്ഞു. ഭീഷണിയാ. ആദ്യ ഭാര്യ നാട്ടിലാണ്, കണ്ണൂര്. ആദ്യ ഭാര്യനെ ഇപ്പൊ ഈ ബെന്നി നോക്കാറില്ല. ആദ്യ ഭാര്യനെ നോക്കലില്ല. ആദ്യ ഭാര്യ എന്ന് പറഞ്ഞാല് ഒരു വേലക്കാരിനെ പോലെയാണ് ഇപ്പൊ ബെന്നി കാണുന്നത്. ഇപ്പൊ 2ാം ഭാര്യ ഭർത്താവിന്റെ കിഡ്നി കൊടുത്തു എന്ന് പറയുന്നു, 6 ലക്ഷം രൂപയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അത് ഈ ബെന്നിയുടെ നിർദ്ദേശപ്രകാരമാണ്. അതെ, അതും ബെന്നിയുടെ നിർദ്ദേശം. അതെ, അത് കണ്ണൂരുള്ള ആൾക്കാണ് കൊടുത്തേനെ. അതില് നിങ്ങളെ ഇയാള് പറ്റിച്ചിട്ടുണ്ടോ? ബെന്നി പറ്റിച്ചിട്ടുണ്ട്. അതിലും പറ്റിച്ചിട്ടുണ്ട്. അത് എൻ്റെ കെട്ടിയവൻ്റെ അടുത്ത് 1 ലക്ഷം രൂപ വായ്പ വാങ്ങിയും ചെയ്തിന്. അതുപോലെ എൻ്റെ കെട്ടിയവനെ എനിക്കൊരു സ്വർണത്തിൻ്റെ 2.5 പവൻ്റെ മാല വാങ്ങി തന്നായിരുന്നു. ആ മാല വാങ്ങി തന്ന് ഒരാഴ്ച 6 ലക്ഷം രൂപ തീർന്ന പാടും ആ പിറ്റേന്ന് അയാൾ എന്നോട് പറഞ്ഞ് ബെന്നിക്ക് പിന്നെ പൈസ ഇല്ല, അതുകൊണ്ട് മാല പണയത്തേക്ക് 30,000 രൂപ കൊടുക്കണമെന്നും ബെന്നി എന്നോട് പറഞ്ഞെന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ്. പക്ഷെ എനിക്കതിലൊന്നും പറയാൻ പറ്റില്ല. ഇയാളെ പൈസ ഒക്കെ വാങ്ങി തന്ന സാധനമല്ലേ. ആ സമയത്ത് ഇയാൾ വെള്ളമടിച്ച് വന്നിട്ട് തന്നെ ഞാൻ തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാളെന്നെ അടിക്കുകയും ചെയ്ത്. നിൻ്റെ പൈസ ഒക്കെ വാങ്ങിയതല്ലേ, എൻ്റെ കിഡ്നി കൊടുത്ത് ഉണ്ടാക്കിയ പൈസ ഒക്കെ വാങ്ങിയതല്ല, അതുകൊണ്ട് നിനക്കെന്ത് അധികാരമുള്ളതെന്നെല്ലാം പറഞ്ഞ് ഞാൻ അത് ഊരി കൊടുക്കുകയും ചെയ്തു. അയാളെ സാധനം നമുക്ക് വേണ്ടല്ലോ. അത് ഊരി കൊടുത്ത് 50,000 രൂപയ്ക്ക് അവർ പണയത്തിൽ കൊടുത്തു. പണയം കൊടുത്തിട്ട് ഇവർ ആ പൈസ കൊണ്ട് ഇവർ എറണാകുളം വന്ന് എന്ത് ചെയ്തെന്ന് എനിക്കറിയില്ല. ഭർത്താവും ഉണ്ട്, ബെന്നിയുണ്ട്. പിറ്റേന്ന് 2-3 മാസം ഞാൻ ബാങ്കിൽ നിന്നൊരു എനിക്കൊരു ഓർഡർ വന്നു, മാല ഇങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു. ഇത്രയും പലിശ അടക്കണം, മുതൽ അടച്ചിട്ട് സാധനം എടുക്കണമെന്ന്. അപ്പം ഞാൻ 2-3 മാസം കഴിയുമ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, എനിക്ക് ആ മാല എടുക്കാൻ പൈസ തരുമോ? ഇവരെല്ലാം നുണ പറയുമായിരുന്നു 2 പേരും കൂടി. നുണ പറഞ്ഞ് അത് അടുത്ത ആഴ്ച എടുക്കുക, പിറ്റത്തെ ആഴ്ച എടുക്കുക, അടുത്ത മാസം എടുക്കുക എന്നൊക്കെ പല നുണയും ഇവരെന്നോട് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് ഇത് ആ സ്വർണം ലേലത്തിൽ പോയി. മക്കളെ 2 പേരുടെ കാതിൽ അല്ല ഇവർ ഇതുപോലെ തന്നെ ചെയ്തിനെ. അതുകൊണ്ട് നമ്മൾ പിന്നെ അന്വേഷിക്കാൻ പോയിട്ടില്ല. അയാൾ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആൾക്ക് ഇന്നും വേണം പൈസ എൻ്റെ. എനിക്കതിന് താല്പര്യമില്ല, കിഡ്നി കൊടുക്കണം താല്പര്യമില്ല. അതാണ് ഇപ്പോൾ അവർക്ക്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത്രയും പരാതി പോലീസുകാർ അവരെ 2-3 സ്ഥലത്തെ പോലീസുകാർ അവരെ വിളിച്ചിന് ബെന്നിനെ. ഇതിലെന്താ ഞാൻ നാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് നീ കേണ്ട കേസ് കൊടുത്തില്ലേ, അങ്ങേതാക്കില്ല ഇങ്ങേതാക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇളനെ അടിക്കാനും കൊത്താനും വീഴും.
അയാൾ അങ്ങനത്തെ ഒരു ആളാണ്. ബെന്നിയുടെ കൂടെ ചേർന്നാണ് ഭർത്താവ് ഈ ഒരു കച്ചവടത്തിലേക്ക് വരുന്നത്. അതെ. അപ്പൊ കുട്ടികളെ ഒന്നും നിങ്ങളെ ആദ്യമേ നോക്കാറില്ല ഭർത്താവ്? നോക്കാറില്ലെന്നല്ല, നോക്കും. ചില അയാളൊരു നമ്മളെ അതുപോലെ നോക്കാറുള്ളൂ. സ്വന്തം സ്നേഹത്തോടെയോ ഒരു നല്ലൊരു ദിവസങ്ങളും കാലം വരുമ്പോൾ ഒരു ഡ്രസ്സോ കാര്യങ്ങളൊന്നും ഇയാൾ മക്കൾക്ക് എടുത്തു കൊടുക്കാറില്ല. എല്ലാം ഞാൻ എൻ്റെ ചിലവിൽ തന്നെ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ജോലിക്ക് പോകുന്നുണ്ടോ? ഞാൻ വീട്ടിൽ തന്നെയാണ്. ഞാൻ അങ്ങനെ ജോലിക്ക് ഞാൻ ഇടയ്ക്ക് എപ്പെങ്കിലും പണിക്ക്, എനിക്ക് എൻ്റെ നാട്ടിൽ അങ്ങനെ പണി കിട്ടാറില്ല. എപ്പെങ്കിലും കിട്ടിയാൽ ഞാൻ അതിന് പണിക്ക് പോകും. അപ്പോൾ എങ്ങനെയാണ് ചെലവും നമുക്കെന്ന് ഞാൻ എസ് ടി ആയിക്കോട്ടെ, നമുക്ക് പഞ്ചായത്ത് ആകെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് അരി കിട്ടാറുണ്ട്. പിന്നെ കറിക്കുള്ള സാധനങ്ങൾ ഞാൻ എങ്ങനെയെങ്കിലും നമ്മൾ ഉണ്ടാക്കും. ഞാൻ ഇന്നലെ വായ്പയും കടം ലോണും കാര്യങ്ങളൊക്കെ ഇതിനെ നടക്കുന്ന ഞാൻ എന്നാലും ആരുടെ കാല് പിടിക്കാൻ പോക്കില്ല. എൻ്റെ ഹസ്ബൻഡിനോട് പോലും ഞാൻ പറയാം, ലോൺ അടക്കാൻ പോലും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഒരു 10-20 രൂപ ചോദിക്കാറില്ല. അവരുടെ ഇല്ല നമുക്കറിയാം, പിന്നെ നമ്മൾ ചോദിക്കാൻ പോക്കില്ല. അപ്പൊ ഇതെല്ലാം എങ്ങനെ അടഞ്ഞു പോകും? ഇതെല്ലാം ഞാൻ എനിക്ക് വല്ലപ്പോൾ പണി കിട്ടുമ്പോൾ ഞാൻ കൊടുക്കും. പണിയെടുത്തിട്ട് ആ പൈസ തിരിച്ചു കിടക്കും. അതാണ് ഞാനിപ്പം വരുമ്പോൾ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു 5000 രൂപ ഞാൻ വായ്പ വാങ്ങിയിട്ടാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു വീട്ടു ജോലിക്ക് പോയിക്കൊണ്ടിരുന്നായിരുന്നു. ആ വീട്ടു ജോലിക്ക് പോയ സമയത്ത് കിട്ടുന്ന പൈസ ഞാൻ ആ കടം തീർക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അവരും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇനിയിപ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ, നാട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവും ബെന്നിയും വന്ന് എന്തെങ്കിലും ചെയ്യുമെന്ന്? എന്നാലും വീട്ടിൽ കയറി അവരെന്നെ ഒന്നും ചെയ്യാൻ സാധ്യല്ല. ബെന്നിക്ക് എൻ്റെ വീട്ടിൽ കയറി ഞാൻ പിന്നെ പുറത്തിറക്കുണ്ടാവില്ല. എസ്റ്റികളെ വീട്ടിൽ കയറാൻ ഒരിക്കലും അവൻ അധികാരമില്ല, അവൻ കയറുമില്ല. അങ്ങനെയാണ് കയറി വന്നിട്ട് ഞാൻ അന്നേരം പോലീസിനെ വിളിക്കും. അന്ന് ഞാൻ നോക്കട്ടെ പോലീസുകാർക്ക് എടുക്കാൻ പറ്റുമെന്ന്. അല്ല ഞാൻ അതിൻ്റെ മുകളിലും പരാതി കൊടുക്കും. അപ്പൊ ഇനിയും ഇവർ വരില്ലേ? വരും, അവർ വരും. ആ ബെന്നി വന്നില്ല എൻ്റെ കെട്ടിയോനെ പറഞ്ഞു വിടും. കെട്ടിയോന് കയറാൻ അധികാരം ഉണ്ടല്ലോ. ബെന്നിക്ക് കയറാൻ പറ്റില്ലെങ്കിലും എൻ്റെ കെട്ടിയോന് കയറാം. അപ്പൊ അയാൾ ആ ധൈര്യത്തിൽ കയറി വരും. ഇനി എന്താ മുന്നോട്ടുള്ള വഴി? മുന്നോട്ടെന്ന് പറഞ്ഞാല് കിഡ്നി കൊടുക്കാണ്ട് ഭർത്താവ് മാറില്ല. ഇല്ല. അപ്പൊ എന്നുള്ള മുന്നോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ എനിക്ക് കിഡ്നി കൊടുക്കാൻ താല്പര്യവും ഇല്ല. ഈ എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ അടുത്തും എൻ്റെ മക്കളുടെ അടുത്തും അയാളെ ഞാൻ ഒഴിവാക്കിയും വേണം. അല്ലെങ്കിൽ ജീവിതകാലം വരെ ഇയാൾ എന്നോട് കിഡ്നി കൊടുക്കുന്നു പറഞ്ഞ് ഇയാളെന്നെ ചിലപ്പോൾ കൊല്ലാനും മടിക്കില്ല. ഇതുപോലെ കൂട്ടിക്കൊണ്ടുപോയാൽ എവിടെയെങ്കിലും മനസ്സ് ഇങ്ങനെ സ്ഥലത്ത് നമുക്കൊന്ന് വെറുതെ പോയിട്ട് വരാൻ നീളം നുണയും പറഞ്ഞ് കൂട്ടിട്ട് പോകും. ഒരു കാര്യവും പറയണ്ടോ? പല തവണയായി നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടല്ലോ. ആ അനുഭവം ഉണ്ട്. പിന്നെ നിങ്ങൾ അത് വിശ്വസിക്കേണ്ട ഒരു കാര്യം വരുന്നില്ലല്ലോ. അങ്ങനെയല്ല. ഇന്നിപ്പോൾ എനിക്ക് വിശ്വസിക്കാം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ചതിയനാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇന്നിപ്പോൾ ഇയാൾ വിളിച്ചാൽ ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ഒരു പൊട്ടത്തിനെ പോലെയായിരുന്നു. എന്നാൽ ഒന്നും അറിയാത്തൊരു എന്നോട് ആരൊന്നും പറയൂലായിരുന്നു. എൻ്റെ കെട്ടിയൻ പോലും എന്നൊരു കാര്യം പറയാണ്ട് നുണയും പറഞ്ഞിട്ട് കൂട്ടിയിട്ട് വരുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ എന്നോട് പറഞ്ഞു അങ്ങനെ 2 ടെസ്റ്റ് ചെയ്താൽ മതി, അല്ല ഒരാൾക്ക് ബ്ലഡ് കൊടുത്താൽ മതി, നിന്റെ പോസിറ്റീവ് അല്ലേ, നല്ല നുണയും പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. പലതവണ കൂട്ടിക്കൊണ്ടുണ്ട്. ആളുകളെ കണ്ടെത്താനാണ് ഡിമാൻഡ് കൂടുതൽ അവർക്കാണ്. പോസിറ്റീവ് ആണെങ്കിൽ കൂടുതലും കിട്ടാറുള്ളൂ. അപ്പോൾ അവർക്ക് എങ്ങനെയായാലും എല്ലാത്തിനും ഒരേ കണക്ക് തന്നെയാണ്. അവരൊരു കിഡ്നി കൊടുത്താൽ അത്ര പൈസ തരും. അത് നുണ പറയും. 20 തരാം 30 തരാം എന്നെല്ലാം പറയും. തരൂല. അപ്പം അവർ അങ്ങനെ കേൾക്കുമ്പോൾ ആരും നിന്നു പോയി. ഇതിന് ഇത്തരം ലക്ഷങ്ങളല്ലേ കിട്ടുന്നുള്ള ഉദാഹരണത്തിൽ ആരും നിന്നു പോകും. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു വർഷമായിട്ടില്ല. ഞാനൊരു 5-6 2014 കൊടുത്തതാണോ? ഇപ്പോൾ 8-9 വർഷമായിട്ട് തോന്നുന്നു. ഇപ്പം വലിയ ജോലി എടുക്കാൻ പറ്റില്ല. ഹോട്ടലിൽ ചെറുങ്ങനെ ചെറിയ ജോലി മാത്രം. വലിയ വെയിറ്റുള്ള പണികളൊന്നും എടുക്കാൻ പറ്റില്ല. വെയിറ്റുള്ള പണിയെടുത്ത് അയാൾ കിടന്നു പോകും നിലത്ത്. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു 5-6 മാസം മുമ്പേ ഈ വെന്നിയുടെ കെയറോപ്പിൽ തന്നെ ഒരാൾ കിഡ്നി കൊടുത്തായിരുന്നു. ഒരാൾ കിഡ്നി കൊടുത്തിട്ട് അയാളെ 10 ലക്ഷം രൂപ അയാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ആ 10 ലക്ഷം രൂപ 8 ലക്ഷം രൂപ കൊടുത്തു. ബാക്കി 4 ലക്ഷം രൂപ കൊടുത്തില്ല. ഇന്നും അയാൾ വിളിച്ച ഇയാൾ വെന്നി ഫോൺ എടുക്കാറില്ല. ഇന്നും അയാളും ഇതുപോലെ തന്നെ ഞാൻ കൊടുത്ത പോലെ കംപ്ലൈൻറ്റ് കൊടുത്തു. ഞാൻ DYSPക്ക് പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്ത് അവിടുത്തെ DYSP അന്വേഷിക്കാം. DYSP വിളിക്കുമ്പോൾ ബെന്നി ഫോൺ എടുക്കുന്നില്ല. ഇതാണ് ബെന്നി ഇതാണ് ചെയ്തോണ്ട് നടക്കുന്നത്. നമ്മളെ നാട്ടിൽ നിന്നും പുറമെ നാട്ടിൽ നല്ല ഡോണറെ കണ്ടെത്തി കൊടുത്തിട്ടുണ്ട്. ഈ കിഡ്നീൻ്റെ ഒരു ഇതിൽ ഡോണർ കിട്ടണമെന്ന് പറഞ്ഞ് ആരെങ്കിലും നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് അവർ ഇതാക്കുക, അവരെ വിളിക്കുക, ഇത്രയും പണം തരാം, ഇത്ര ലക്ഷം തരാം. നാട്ടിൽ നിന്ന് ഈ ഒരു നിങ്ങൾ രണ്ടുപേരുടെ ഇപ്പൊ പറഞ്ഞ ആളുടെ ഉൾപ്പെടെ ഈ പരാതി മാത്രമേ ഉള്ളൂ ബെന്നിക്കെതിരെ? അത് ഇതിനു മുമ്പ് ബെന്നിക്കെതിരെ പരാതി വരും, നടപടി ഉണ്ടാവും, എന്തെങ്കിലും ചെയ്തിട്ടില്ല? ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ആരും. എന്ന് പറഞ്ഞാൽ അതുപോലെ പറ്റിക്കുന്നല്ലേ. അപ്പോൾ ഇവനെന്താ അതെന്ന് പറഞ്ഞാൽ കിഡ്നി കൊടുക്കുന്ന സമയത്ത് ഇത്ര ലക്ഷം രൂപയാണെന്ന് പറഞ്ഞിട്ട് ഒരു വെള്ള പേപ്പറിൽ എഴുതി വാങ്ങി സൈൻ ചെയ്ത് ഒപ്പിട്ട് വാങ്ങും അവരുടെ അടുത്ത് നിന്ന്.
ബെന്നിക്കൊരു ഇടപാടും ഇല്ലയെന്നും പറഞ്ഞിട്ട് ഇതിൽ ഈ പൈസ നഷ്ടപ്പെട്ടു പോയാലോ പിന്നെ ഈ കിഡ്നി നിങ്ങളെ താല്പര്യമാണ് കൊടുക്കുന്നത് അത് ഓപ്പറേഷൻ സമയത്ത് അന്ന് രാവിലെ അവൻ ചെയ്യുമോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു കിഡ്നി കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അവർ പേഷ്യൻറ്റിൻ്റെ ആൾക്കാർ എനിക്ക് ഇത്രയും ലക്ഷം രൂപ തരേണ്ടത്. അപ്പോൾ ആ സമയത്ത് ബെന്നി ഇതുപോലത്തെ ഒരു വെള്ള പേപ്പറിൽ പിന്നെ എല്ലാം സൈൻ ചെയ്ത് വാങ്ങിയിട്ട് നമ്മളോട് പറയും ഇതൊന്നും ഞാൻ ഉത്തരവാദിയല്ലെന്നും പറഞ്ഞിട്ട് അവൻ സൈൻ ചെയ്ത് വാങ്ങി അവൻ രക്ഷപ്പെടാനുള്ള ശ്രമം. അവൻ ഇത്രയും വർഷങ്ങളായിട്ട് ഇത്രയും ആൾക്കാരാണ് അങ്ങനെയാണ് അവൻ ചെയ്തത്. അതുകൊണ്ട് ആർക്കും കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല, ധൈര്യം കിട്ടുന്നില്ല. ഇവൻ ഇതുപോലെ സൈൻ ചെയ്ത് വാങ്ങുന്നില്ല, ഒരു മുദ്രപ്പേപ്പർ വാങ്ങുക അതിൽ സൈൻ ചെയ്ത് വാങ്ങുന്നല്ലേ. അപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാനത് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഈ കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള ഇതുണ്ട്. ഞാൻ ഇന്നും ഇത് ചെയ്തിട്ടില്ല അത്. പക്ഷെ അവരങ്ങനെയല്ല, എൻ്റെ ഹസ്ബൻഡ് അടക്കോ അവർക്കൊന്നും അങ്ങനെ കംപ്ലൈൻറ്റ് ബെന്നിയുടെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇവർ എല്ലാം ബെന്നി ഇതുപോലെ ഒപ്പിട്ട് വാങ്ങുകയാണ് ഇവരടുത്തുനിന്ന്. അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബെന്നിയുടെ പേരിൽ കേസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പോലീസുകാരുടെ ചോദ്യം വരും, നിങ്ങൾ പൈസ കൊടുത്തത് സൈൻ ചെയ്ത്. അപ്പോൾ ബെന്നി ആ പേപ്പർ കാണിച്ചാൽ പിന്നെ ഇവരാണ് കൊടുക്കുന്നത്. ആ ധൈര്യം ആ ഒരു ഇത് ബെന്നിക്കും ഉണ്ട്. അതുകൊണ്ട് ബെന്നി അതിലും കളിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും ഭർത്താവിൻ്റെ അടുത്തേക്ക് പോക്കുണ്ടാവില്ല, ഭർത്താവായിട്ടൊരു ജീവിതം ഉണ്ടാവില്ല. ഇല്ല ഉണ്ടാവില്ല. അദ്ദേഹം കൊല്ലുമെന്നാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? മുൻ അനുഭവങ്ങൾ ഉണ്ട്, അനുഭവങ്ങളുണ്ട്. അയാൾ 2-3 തവണ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെ? അയാൾ ഒരിക്കൽ ഞാൻ ഈ എറണാകുളത്ത് വരുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു റൂം എടുത്ത സമയത്ത് തലയാണി വെച്ച് കൊല്ലാനും ശ്രമിച്ചിട്ടുണ്ട്. കസാര വെച്ചിട്ട് ഈ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ആ സമയം നമ്മൾ ആദ്യം എടുക്കുന്ന ലെക്സോ പിന്നീട് എറണാകുളം മനോരമയിലായിരുന്നു റൂം എടുക്കുക, ഇവിടെയല്ല. അപ്പോൾ അവിടെ എടുക്കുന്ന സമയത്ത് ഇയാൾ മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 2-3 അവിടെ നിന്ന് 2 തവണ കസാര എടുത്ത് തല കടിക്കാൻ നോക്കിയത്. അതെന്ന് ഞാനത് ഇയാളോട് പറയുന്നത് എനിക്ക് കിഡ്നി കൊടുക്കാൻ പേടിയാണ്. അപ്പോൾ ഇയാൾ എന്നോട് പറയുന്നറിയാം, ഞാൻ കൊടുത്തതല്ലേ, നീ കണ്ടതല്ലേ, അതിപ്പോൾ നിനക്ക് കൊടുത്തൂടെ. എനിക്ക് എൻ്റെ ഉള്ളിൽ ഇയാൾ പറഞ്ഞ പോലെ അല്ലല്ലേ, എനിക്ക് എൻ്റെ ഉള്ളിൽ പേടി ഉണ്ടാവൂലേ. പക്ഷെ ഇയാൾക്കത് അറിയുന്നില്ല. ഇയാളോട് ഇപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇയാൾ എന്തെങ്കിലും പറഞ്ഞാൽ റോങ്ങിന് ഇങ്ങോട്ട് വർത്തനം പറയും. അതാണ് ഇയാളുടെ സ്വഭാവം. ഫുൾ ടൈം വെള്ളമായിരിക്കും. ഫുൾ ടൈം വെള്ളം. എത്ര പൈസ കയ്യിൽ കിട്ടിയാലും 500 രൂപയുള്ള വലിപ്പം കിട്ടിയാലും ഇയാളിപ്പം പോയിട്ട് അതിനായിട്ടുള്ള സാധനം വാങ്ങി കുടിച്ചിട്ട് ചൂടായിട്ട് വരും. അപ്പൊ 2 തവണ മനോരമയുടെ അവിടെ മനോരമ അതാണ് പിന്നെ ശിവപാർവതി എന്നാണ് പിന്നെ ജോർജിലാണ് നമ്മൾ റൂം എടുക്കുക. ശിവപാർവതി അവിടെ നിന്നാണ് ഇയാൾ ഈ പണി 2 തവണ ശ്രമിച്ചിട്ടുണ്ട് എന്നെ കൊല്ലം. പിന്നെ ഒരിക്കൽ എൻ്റെ തലയടിച്ച് ചിരവയെടുത്ത് തലക്കടിച്ചിട്ട് ഞാനൊരു വീട്ടിൽ നിന്ന് തലക്കടിച്ച് എൻ്റെ പിന്നെ ഞാൻ ഒരു മാസം കണ്ണൂർ ഹോസ്പിറ്റലിൽ കിടന്നേ. ഫുള്ളും ബ്ലഡെല്ലാം പോയി. ആ സമയത്തെല്ലാം ഇവരെന്നെ പിന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് എന്നെ പിന്നെ സഹിച്ചത്. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എന്നെ കാവലിൽ നിൽക്കുന്നതും ഹോസ്പിറ്റൽ എല്ലാ ചിലവും കാര്യങ്ങളൊക്കെ അവരെന്നെ എടുത്തത്. എന്നിട്ടും അയാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്നിട്ട് അതുപോലെ ഞാൻ അന്ന് ഇയാൾ എനിക്ക് വേണ്ടാന്നും ഞാൻ ഇപ്പോൾ കേസ് കൊടുക്കുന്നെന്നെല്ലാം പറഞ്ഞിട്ടും ഇയാൾ അന്ന് സമയത്തും പാർട്ടിക്കാരായിട്ട് ഇയാൾ ബന്ധപ്പെട്ട് പാർട്ടിക്കാരോടെല്ലാം പറഞ്ഞു. ഞാനും പാർട്ടിക്കാരോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇയാളോട് നിൽക്കാൻ പേടിയാണ്. ഇയാൾ ഈ തലക്കടിച്ച അയാൾക്ക് എന്നെ കൊല്ലാൻ മടിക്കില്ല എന്നൊക്കെ. അപ്പൊ അങ്ങനെ ഒരു വിഷയം പറഞ്ഞു, അതായത് നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും പാർട്ടിക്കാർ അത് കേട്ടിട്ടില്ല. പാർട്ടിക്കാർ അത് കേട്ടും പാർട്ടിക്കാർ അതിനൊരു നടപടി എടുത്തിട്ടില്ല. ഇല്ല, അയാളോട് നല്ലത് പറഞ്ഞു കൊടുക്കാനോ അങ്ങനെ ഒന്നും ഒരു കാര്യത്തിൽ ഇയാളുടെ കാര്യം കേൾക്കാനാണ് പാർട്ടിക്കാർ താല്പര്യം കാണിച്ചത്. ഞാൻ പറഞ്ഞത് ഇവർക്ക് താല്പര്യം കാട്ടില്ല. ഇതാണ് അവിടെ നടക്കുന്ന സംഭവം. ഇത് ഒറിജിനൽ ഇയാളെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അവസ്ഥ. ഇയാളെ കൂടെ ഇന്ന് ഇയാളെ കൂടെ ജീവിച്ചാൽ ഇയാളെന്നെ കൊല്ലാൻ മടിക്കില്ല. ആ പേടി എപ്പോഴും ഉണ്ട് എനിക്ക്. ആ ഭയത്തിൽ തന്നെയാണ് ഈ ലെക്ചറിലേക്ക് വന്നത്. അതെ, അയാൾ എന്നോട് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, കിഡ്നി കൊടുത്തില്ലെങ്കിൽ എന്നെ നോക്കില്ല, പിന്നെ എന്നാൽ എന്നെ കൊന്നുകളയും, മറ്റേതാക്കും മറിച്ചതാക്കും, പിന്നെ മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തി കിടക്കും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇയാളെല്ലാം പല 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 ഭീഷണി എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ പേടി വെച്ചിട്ട് ഇത്രയും വർഷം ഞാൻ അയാളെ കൊണ്ട് പിടിച്ചു നിന്ന് ജീവിച്ചു പോയി. ഇന്ന് എനിക്ക് എന്നെ കൊണ്ടാവില്ല, അതൊന്നും ആകില്ല എന്ന് മാത്രമല്ല ഇയാൾക്ക് ഞാൻ ഇന്ന് ഇയാളെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കിഡ്നി എടുപ്പിക്കാനുള്ള എന്തെങ്കിലും ഇയാൾ എന്തെങ്കിലും അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടോ എന്തെങ്കിലും അറിയോ? അങ്ങനെ അത് ഞാൻ അറിയില്ല. വാങ്ങിയിട്ടുണ്ടാവായിരിക്കാം, അത് വാങ്ങിയിട്ടുണ്ടാവും. അന്നേരം ഞാൻ അറിയേണ്ട വാങ്ങിയിട്ടുണ്ടാവും. എന്നോട് ഇതുപോലെ കടുംപിടുത്തം പിടിക്കുന്നുണ്ട്, വാങ്ങിയിട്ടുണ്ടാവും. അത് വാങ്ങേണ്ട ഇങ്ങനെ ഇത്രയും റോങ്ങിൽ വർത്താനം പറയില്ല. വാങ്ങിയിട്ടുണ്ടാവും, വാങ്ങാണ്ടിരിക്കില്ല. അതാണ് ഈ എന്നോട് പറയുന്നത്. കിഡ്നി പറ്റിച്ചതാണ് ഭർത്താവിന്റെ കിഡ്നി. അതെ, ബെന്നി പറ്റിച്ചിട്ടുണ്ടാവും. ബെന്നി പറ്റിച്ചിട്ടുണ്ട്. അപ്പോഴും പിന്നെയും ബെന്നിയായിട്ട് കൂട്ടുകൂടുമ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറഞ്ഞാൽ അതിന് നമുക്കൊരു വിലയില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് ഒരു വിലയില്ല. നമ്മൾ അത് പറയാറുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അയാൾ അങ്ങനെ ഒരു കാര്യം
നമ്മൾ എന്ത് നല്ലത് പറഞ്ഞു കൊടുത്താലും അയാൾക്ക് അത് വടക്കായിട്ട് ചിന്തിക്കുക. അങ്ങനത്തെ ഒരു മനസ്സാണ് അയാൾക്ക്. അയാൾക്ക് ഇപ്പം ബെന്നിയുടെ പോലെ തന്നെ പൈസ ആരടുത്തുണ്ടോ അവരെ മതി. ബെന്നി എങ്ങനെയാണ് ഇവരെയൊക്കെ കണ്ടെത്തുന്നത്? അതായത് തികച്ചും സാധാരണക്കാരായവരുടെ അടുത്താണല്ലോ വന്നിട്ട് ഈ കിഡ്നി കൊടുക്കാനായിട്ടൊക്കെ പറയുന്നത്, അവരെ വലയിൽ വീഴ്ത്തുന്നത്. അത്രയും അത്യാവശ്യമുള്ളവരുടെ അടുത്തായിരിക്കുമല്ലോ തേടി പിടിച്ച് അങ്ങനെ അല്ലാത്തവർ പെട്ടെന്ന് ഈ ഒരു ഓഫർ കിട്ടുമ്പോൾ ഈ പറഞ്ഞ പോലെ 10 ലക്ഷമൊക്കെ പറയുമ്പോൾ അതിലേക്ക് വഴുതി വീഴില്ല. ഇത്രയും ലക്ഷങ്ങൾ. അപ്പോൾ ഇയാള് എങ്ങനെയാണ് അയാൾ ഡോണറോട് ഒരു അറിയാത്തൊരു ആൾക്കാരാണെങ്കിൽ ഡോണറോട് അയാൾ പറയും ഇങ്ങനെ ചെറിയ ടെസ്റ്റുകൾ കാര്യങ്ങൾ ഇത്രയേ ടെസ്റ്റുള്ളൂ, ടെസ്റ്റിനുള്ള പൈസ എല്ലാം അവർ ചിലവാക്കും, നിങ്ങൾക്ക് 15 ലക്ഷം രൂപ തരാം, നിങ്ങളിന് നിന്നോ. അപ്പോൾ ആരുടെ മനസ്സും അലിഞ്ഞു പോകും. അപ്പം പൈസയല്ലേ, അപ്പോൾ ആരും നിന്നു. ഏതെങ്കിലും ഹോസ്പിറ്റലുകളായിട്ട് ഡീലുണ്ടോ ഈ ബെന്നിക്ക്? ഉണ്ട്. ഏത് ഹോസ്പിറ്റലാണ്? ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റലല്ല, എല്ലാ ഹോസ്പിറ്റലായിട്ടും ഉണ്ട്. ഇതിനുള്ള ആൾക്കാരും ഏജൻസും ഈ ഹോസ്പിറ്റൽസും തമ്മിൽ ബന്ധമുണ്ട്. അകത്ത് നിന്നൊരു കളിയില്ല, എല്ലാം പുറത്തു നിന്നേ കളിക്കൂ. ഇവൻ എന്തായാലും ഇവന് എന്താ ക്യാമറയാണ് ഹോസ്പിറ്റൽ ഫുള്ളും. അവിടെ ചിലപ്പോൾ പോലീസ് ടെസ്റ്റിന് കയറോ പോലീസുകാരോ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത. അതുകൊണ്ട് ഉള്ളിൽ കയറിയുള്ള കളിയൊന്നും ഉണ്ടാവില്ല, എല്ലാം പുറത്തുനിന്ന് മൊബൈലിലെ ഫോണിലെ കൂടെയുള്ള കളി. ഫോണിൽ ഇന്നയാളോട് വിളിച്ചു പറയും, അങ്ങനെയാണ്. ഇവൻ ഹോസ്പിറ്റലിൻ്റെ പുറത്തേ നിൽക്കൂ. ഹോസ്പിറ്റലിൽ വന്നാലും അകത്ത് കയറി അധികം ബെന്നിയുടെ മുഖം കാണിക്കില്ല, എല്ലാം പുറത്തുനിന്നാണ്. പിന്നീട് മൊബൈലിലുള്ള കാര്യങ്ങൾ. ഈ ബെന്നിയുടെ ഫോട്ടോ എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ട്? എൻ്റെ മൊബൈലിലുണ്ട്. ഈ ഭർത്താവും ബെന്നി ഇത്തവണ നിങ്ങൾ വന്നപ്പോഴും ഇവിടെ ആലുവയിൽ ഉണ്ടായിരുന്നു. അവര് തങ്ങുന്ന സ്ഥലമാണ്? അതെ, അവിടെ ഒരു റൂം എടുത്തിട്ട് അവിടെ താമസിക്കുന്നതാണ്. അത് പിന്നെ മാനന്തവാടി എന്നവന് കുറച്ച് സ്ഥലം വാങ്ങിയായിരുന്നു ബെന്നി. അവിടെ നിന്ന് ഇവൻ വരുന്നത് രണ്ടാം ഭാര്യനെ കൂട്ടി എറണാകുളം വരുമ്പോൾ അവിടെയാണ് റൂം എടുക്കുന്നത്. ഈ രണ്ടാം ഭാര്യ മാനന്തവാടിക്കാരിയാണ്? അല്ല, അത് നാട്ടുകാരിയൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല. ഞാൻ ഇവളെ കാണാൻ തുടങ്ങിയിട്ട് 1 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഈ ബെന്നിയുടെ ആദ്യ ഭാര്യയായിട്ട് നല്ല കമ്പനി ഉണ്ട്, എൻ്റെ നാട്ടുകാരത്തി തന്നെയാണ്. നിങ്ങൾ നല്ല കമ്പനി ഉണ്ട്, അവർക്ക് ഇപ്പൊ ഒരു വിലയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ബെന്നി ഇപ്പൊ പോകുന്നത്. ബെന്നി ഇങ്ങനെ പല സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. 2-3 സ്ഥലത്ത് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. എത്ര 13-14 സെന്റ് സ്ഥലങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് വാങ്ങിയിട്ടുണ്ട് ബെന്നി. എവിടെയൊക്കെയാണെന്ന് അറിയാമോ? എവിടെയൊക്കെയാണെന്ന് ഒരു സ്ഥലം മാത്രമേ എനിക്കറിയാം, 2 പറഞ്ഞിട്ട് ഞാൻ കേട്ടുള്ളൂ. ഞാൻ അങ്ങനെ ആ സ്ഥലത്ത് പോയിട്ടില്ല. അവരെ മാനന്തവാടി പിന്നെ ഞാൻ ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു. അത് എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ കുറച്ച് സ്ഥലം സ്ഥലം വാങ്ങിയിട്ട് വാഴ നട്ടായിരുന്നു. വാഴ നട്ടപ്പോൾ അവിടുത്തെ ജോലിക്ക് എൻ്റെ ഹസ്ബൻഡ് അതിൽ പണിയെടുക്കാൻ എൻ്റെ കെട്ടിയവനെ വിളിച്ചായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ചെന്നപ്പോൾ ഞാൻ അങ്ങനെ കണ്ടത് ആ സ്ഥലം. അല്ലാണ്ട് നമുക്ക് അങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് അറിവുണ്ട്. പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് പറയുന്നത് സ്ഥലത്തിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ സ്ഥലത്ത് എന്നോട് പറയാം 2-3 സ്ഥലത്ത് ഇങ്ങനെ ബെന്നി സ്ഥലം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അയാൾ എന്നെ പറഞ്ഞതാണ്, എൻ്റെ കെട്ടിയൻ തന്നെ പറഞ്ഞതാണ്. 2-3 സ്ഥലത്ത് ബെന്നി ഇങ്ങനെ സ്ഥലം എടുത്തിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ പേരൊന്നും അങ്ങനെ പറയില്ല ആരും. അല്ലെങ്കിൽ ബെന്നി പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം, ഇങ്ങനെ ആരോടും സ്ഥലത്തിൻ്റെ പേരൊന്നും പറയരുതെന്ന്. എന്നോടും പറയില്ല. ഞാൻ ആരോടെങ്കിലും പറഞ്ഞു പോകുന്നൊരു പേടിക്ക് പറയില്ല. എന്നോട് ഇന്നും സ്ഥലം എടുത്തിട്ടുണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. 2-3 സ്ഥലത്ത് സ്ഥലം ബെന്നി, പിന്നെ 2 കാറും എല്ലാം ഈ കിഡ്നീൻ്റെ സാധാരണക്കാരനായിരുന്നു. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ പോലെയായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു അയാൾ ആദ്യ താമസം, അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ കിഡ്നി കൊടുക്കാൻ തുടങ്ങി ആ സമയം മുതൽ ഇയാൾ വലിയൊരു പണക്കാരനായി. ഇപ്പൊ എല്ലാവരുടെ കിഡ്നി എടുക്കുക, അവരെ ഇതിനിടക്ക് പറ്റിക്കുക. ഇപ്പൊ എന്നോട് തന്നെ പറഞ്ഞു, കിഡ്നി നിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ എനിക്ക് 1 ലക്ഷം രൂപ വായ്പ തരണേന്നു. അത് മുൻകൂട്ടി പറഞ്ഞു വായ്പ തരണമെന്ന് പറഞ്ഞു. അയാൾക്ക് ഇപ്പൊ പൈസ ഭയങ്കര ടൈറ്റാണ്, അതുകൊണ്ട് ആ 1 ലക്ഷം രൂപ വായ്പ തരണം. ഇപ്പൊ നിങ്ങളുടെ കിഡ്നി കൊടുക്കാൻ വേണ്ടി ഇയാള് ഏർപ്പാടാക്കുന്നുണ്ടല്ലോ, അതിന് എത്ര ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കണേന്ന് അറിയാമോ? എനിക്ക് 9 ലക്ഷം രൂപ തരാന്നാ പറഞ്ഞത്. 9 ലക്ഷം രൂപ തരാന്നാ പറഞ്ഞത്. ഇങ്ങനെ ഓരോരാളോട് ഓരോരോ വിലയാന്ന് പറയാ. അങ്ങനെയാണ് ഇയാളെ അവസ്ഥ. എന്തെങ്കിലും അഡ്വാൻസ് തരാന്നോ മറ്റോ പറഞ്ഞിരുന്നോ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അഡ്വാൻസ് തരാന്നും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഡീലിങ്സ് എല്ലാം ഭർത്താവുമായിട്ടാണ്? അതെ. ഭർത്താവിനും ഇയാൾക്കും ഇപ്പൊ ബെന്നിക്കും മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ഇല്ല ഇതിന് ചാടിപ്പോ? അതെല്ലാം പേഷ്യന്റിന്റെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാനിപ്പോ ഇവിടെ ഉള്ളെന്നും ഈ എറണാകുളത്ത് ഉണ്ടെന്ന്, ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോയെന്നുള്ള ധാരണ അവരെ.
ധാരണയിലാണ്. ഞാൻ ഇപ്പോൾ എറണാകുളത്ത് ഉണ്ടെന്ന് അവർക്ക് അറിയില്ല. ഇനിയിപ്പോ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നാട്ടിൽ ചെന്നാൽ ഞാൻ ഇന്ന് അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ കയറി ചെല്ലണമെങ്കിൽ അടുത്ത DSPനെ കണ്ട് SIനെ കണ്ട് CAനെ കണ്ട് എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ കയറാം. പരാതി കൊടുത്താൽ എന്നാൽ അവർ അന്വേഷിക്കാനൊന്നും പറ്റില്ല. അവരങ്ങനെയാണ് ഒരവസ്ഥ. എന്നാലും അവർക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ ചെന്നിട്ട് അവരുടെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് മുന്നോട്ട് പോകണം. അല്ലാതെ ഹസ്ബൻഡിന് ഇന്ന് ജീവിതകാലം വരെ വീട്ടിൽ കൊണ്ട് വെച്ചോണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ കൊല്ലാനും പോലും മടിക്കില്ല. ഇന്നും ബേക്കും ചീത്ത ഇന്ന് എനിക്ക് ഡെയിലും ചീത്തയും ബഹളവും അടിയും ബഹളം. എനിക്കും എൻ്റെ മക്കൾക്ക് ഒരു നേരത്തെ സ്വൈര്യം തരത്തില്ല ആള്. അതുപോലെ മക്കളെ ഇതുപോലെ തന്നെയാണ്. ഇനി ഇയാൾ ഇതിന്റെ ഇപ്പൊ ഒരു തവണ രക്ഷപ്പെട്ടല്ലോ, ഇനിയിപ്പോ പരാതി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. CIക്കും DYSPക്കും ഒക്കെ കൊടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇനി ആയാലും ഇയാൾ ഇത് തന്നെ ഇതിന് വരുമെന്ന് ഉറപ്പുണ്ടോ? അത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അയാളെ കാര്യം അങ്ങനെയാണോ. ചിലപ്പോൾ ഇതെല്ലാം കുറച്ചും താൻ നിൽക്കുന്ന സമയത്ത് പിന്നെ ഇയാൾ ഷോപ്പിംഗ് ഇട്ട് വന്നേക്കാം. അയാൾ അതും വരാൻ മടിക്കില്ല. എന്നിട്ട് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കണ്ടുകൂടാ, എൻ്റെ മക്കളെ ഒന്നും കണ്ടുകൂടാ. എൻ്റെ മക്കളെ മദ്യം കഴിച്ചു തന്നാൽ എൻ്റെ മക്കളെ അടിക്കുകയും ചീത്തറിയും എന്നാൽ പറയേണ്ട ഒരു പെൺകുട്ടിയാന്നുള്ള ധാരണ വെച്ചിട്ട് അയാൾ ആദ്യ ഭാഷയിൽ അയാൾ പെൺകുട്ടിയോട് സംസാരിക്കും. ഇന്നും സംസാരിക്കും. അയാൾ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിനെ കൊലയാട്ട് പറയും. അങ്ങനത്തെ ഒരു മനുഷ്യനത്. അതുകൊണ്ട് മക്കൾക്ക് പോലും മക്കൾക്ക് പോലും അയാളെ കണ്ടുകൂടാ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചു പോകുന്നത്. എന്തായാലും ഇത്തവണ ബെന്നിയുടെയും ഭർത്താവിന്റെയും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇന്നിപ്പോ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്ന് ഇതുപോലെ ആൾക്കാരെ കിഡ്നി കൊടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഇവർ നോണേ. അതെ, ഇത് പെട്ടുപോയാൽ അവർക്ക് കിട്ടുന്നതല്ലല്ലോ കിട്ടുന്നത്. അതും കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. പറ്റിക്കാണ്. അതെ, പറ്റിച്ചോണ്ടിരിക്കുക അവരെ. ആരെയായാലും ഇപ്പൊ എന്നെ ആയാലും ആരെയായാലും പറ്റിച്ചോണ്ടിരിക്കുക ഇപ്പൊ അവര്. ഈ ബെന്നി എന്ന് പറഞ്ഞാൽ പൈസ മേലെ പറ്റിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര മിടുക്കനാണ്. എല്ലാവരും വെള്ളം പറ്റിക്കും. ചതിക്കാനും പറ്റിക്കാൻ നല്ല ആൾക്കാരാണ്. ബെന്നി ആരെങ്കിലുമായി ഇടപാട് നടത്തുന്നുണ്ടല്ലോ, അവരെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അതെ, അതൊന്നും ശ്രദ്ധിക്കാൻ മാത്രമല്ല, അവരങ്ങനത്തെ ഒരു പരിപാടി നിർത്തണം. അതല്ലെങ്കിൽ എത്ര അതെ കൊടുക്കാം. രണ്ടാളും എന്നാൽ അവർക്ക് അതുപോലത്തെ ശിക്ഷ കൊടുത്താൽ അത് ജയിലിൽ കിടത്തണം എന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ അവർ അതുപോലത്തെ ഒരു മാഫിയയാണ്. അതെ, അവയവ മാഫിയയുടെ ഭാഗമാണ് ഭർത്താവും ബെന്നി എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അവരിൽ നിന്ന് അവരിലെ ജയിലിലടക്കാനായിട്ട് നടപടി ഉണ്ടാവണം അല്ലേ? എന്നാൽ അതങ്ങനെ ചെയ്യണം. എന്നാലും അവർക്ക് അതിനുള്ളൊരു ഇത് വരുമോ എന്നാ കഴിഞ്ഞാൽ ബെന്നിയുടെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് പോലീസുകാർ എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ള ധൈര്യം അവനത് ചെയ്യുന്നു. അതിന് കൂട്ടു നിൽക്കുന്നത് പാർട്ടിക്കാരും CPM പാർട്ടിക്കാർ കൂടുതലും കൂട്ടി നിൽക്കുന്നുണ്ട്. ബെന്നി എന്ത് വിളിച്ച് പറഞ്ഞാലും പാർട്ടിക്കാർ അന്നേരം സ്റ്റേഷനിൽ വിളിച്ചു പറയും. അപ്പത്തിന് പാർട്ടിക്കാർ വിളിച്ച് പറയുമ്പോൾ പോലീസുകാർ അതും ചെയ്യും. തള്ളി എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അങ്ങ് വിട്ടല്ല. അങ്ങനെ ചെയ്യരുത്. ബെന്നിനെ ഫുള്ളായിട്ട് ലോക്കാക്കിയാ വേണ്ടേ. ബെന്നിനെ അനിൽകുമാർ, എൻ്റെ ഹസ്ബൻഡ് പേര് അനിൽകുമാർ എന്നാണ്. അയാളെയും കൂടി ലോക്കാക്കിയാ വേണ്ടേ. ജീവിതകാലം വരെ അവർ ഇതുപോലെ ഇത്രയും ജനങ്ങളെ പാവം അവർ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തിരിച്ചവർക്ക് കിട്ടണം തിരിച്ചടി. അതാ ചെയ്യണ്ടേ. അവർ ഇതത്തോടെ അവസാനിപ്പിക്കണം ഇത്. എന്നാൽ ഇതുപോലെ ഇവർ കാരണം എത്രത്തോളം ആൾക്കാർ വീട്ടിൽ ജോലിക്ക് പോകാനും മക്കളെ നോക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്രയോ ആൾക്കാരായി പോകുന്നുണ്ട്. പിന്നെ കൂലിപ്പണി എടുക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ സർക്കാർ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. അവരെ പിന്നെ നമുക്ക് സർക്കാർ ജോലിക്കാരെ നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കൂലിപ്പണിക്ക് പോയ അവർ മക്കളെ പോറ്റണമെങ്കിൽ ഒരു കിഡ്നി കൊണ്ട് പറ്റില്ല. അവർക്ക് 2 കിഡ്നി ഉണ്ടെങ്കിൽ അവർക്ക് ഒരു വെയിറ്റുള്ള ജോലി ചെയ്യാൻ പറ്റുമോ? അതൊന്നും അല്ല ഇവർ. ഇപ്പം ചിലരുണ്ട് ഇറന്നു നടക്കുന്ന അവസ്ഥയിൽ ഇവരായിട്ടുണ്ട്. ഈ ബെന്നി ഇത്രയും ആൾക്കാരെ കിഡ്നി എടുത്തിട്ട് അതന്നെ എന്നാല് പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ ഉണ്ട് അവസ്ഥ. എന്നാൽ ജോലിക്ക് വെയിറ്റുള്ള പണിയെടുക്കാൻ പറ്റില്ലല്ലോ. ജോലിക്ക് പോലെ ചിലർ കല്ലിന്റെ പണിക്ക് പോകും. ആ കല്ല് അവർക്ക് വെയിറ്റുള്ള സാധനമല്ല. അത് പൊന്തിക്കാൻ പറ്റില്ലെങ്കിൽ അവരുടെ കാര്യം കഴിഞ്ഞില്ലേ. അവർ കിഡ്നി കൊണ്ട് അവർക്ക് താങ്ങാൻ പറ്റുമോ? 2 കിഡ്നി ഉണ്ടെങ്കിൽ നമുക്കൊരു ശരീരത്ത് നമ്മളെ ജോലി എന്ന് പറഞ്ഞാൽ 2 കിഡ്നി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുമോ. അപ്പൊ എത്ര രൂപ വരെ പറ്റിച്ചിട്ടുണ്ട്? ഏതാണ്ട് താങ്കളുടെ 10-30 ലക്ഷം രൂപ വാങ്ങും. ഒരു പേഷ്യന്റ് നടന്ന് 10-30 ലക്ഷം രൂപ വാങ്ങും. അതായത് ഈ സ്വീകരിക്കാൻ നിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് ഒരു 10-30 ലക്ഷം രൂപ വാങ്ങും. തിരിച്ച് ഇത് കൊടുക്കുന്ന ആൾക്ക് എത്ര ലക്ഷം രൂപ കൊടുക്കും? 9 കിഡ്നിക്ക് 9. പിന്നെ ലിവർക്ക് 10-12 ലക്ഷം രൂപ. അതിന് ലിവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ലക്ഷം രൂപ എന്നാ പറയാ അവർക്ക് കൊടുക്കാനേ, ഡോണർക്ക് കൊടുക്കേ ലിവറിന്റെ. എന്നിട്ട് അവർക്ക് അത് ഓപ്പറേഷൻ സമയമാകുമ്പോൾ അവർക്ക് അല്ല 10 അല്ല 12 അത്രേ കൊടുക്കും. ബാക്കി അടിച്ചു മാറ്റും. ബെന്നി ബെന്നിയുടെ അലമാരില് അവയവ മാഫിയയുടെ ഒരു ഭാഗം തന്നെയാണ് ബെന്നിനെ ജയിലിൽ അടക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ്. അത്യാവശ്യം തന്നെ.
ഇനി പോലീസുകാർ നിയമപരമായി ഇതിൽ അന്വേഷണം തുടങ്ങിയാൽ വേണ്ടത്. പോലീസുകാർ ഇത് ചെയ്യാതെ കൊണ്ടാണ് ഇവരിങ്ങനെ ഇതുപോലെ ഇത് പണ്ടൊക്കെ നിന്നുപോയേനെ. ഞാനിത് മാത്രമല്ല, 2-3 വർഷം മുമ്പേ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കിഡ്നി കൊടുത്ത സമയത്ത് അവിടെ എൻ്റെ നാട്ടിലെ പോലീസുകാർ എന്തോ ആരോ ഒരു ചെറിയൊരു കംപ്ലയിൻറ്റ്, എനിക്കറിയില്ല അത് ആരാ ഒരു പരാതി പുറത്ത് ഇറങ്ങിയ സമയത്ത് ഞാൻ അന്വേഷിച്ച് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അന്ന് നുണയാണ് പറഞ്ഞത്. ഞാൻ പൈസക്കല്ല ദാനം ചെയ്തതാന്ന് പറഞ്ഞിട്ട്. അന്നേ പോലീസുകാരോട് അന്ന് ദാനം ചെയ്തെന്നാണ് പറഞ്ഞത്. പക്ഷെ അന്നേ ബെന്നിയുടെ ലോക്കാക്കുവാണെങ്കിൽ ഇന്നും കളിക്കില്ലായിരുന്നു. എത്രയോ ആൾക്കാരെ കിഡ്നി ബെന്നി മുറിച്ച് വിൽക്കില്ലായിരുന്നു. അതെന്നാൽ ദാനം ചെയ്യുന്നില്ല, ഇത് വിൽക്കുക. ഒരാളെ കിഡ്നി ഒരാളെ ജീവിതം മുറിച്ച് മറ്റൊരാൾക്ക് വിൽക്കുക ചെയ്യുന്നത്. അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷെ ബെന്നിയുടെ പേരിൽ നടപടിയെടുക്കാൻ ആരും ഇല്ല. എല്ലാവരുടെ ഈ വെള്ള പേപ്പറിൽ എഴുതി സൈൻ ചെയ്ത് വാങ്ങിയെന്ന് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ CPM കൂട്ടുകെട്ടും. പിന്നെ പാർട്ടിൻ്റെ ഒരു പാർട്ടിക്കാരെന്തായാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കാർ അന്നേരം കൂട്ടു നിൽക്കും. അതാണ് പാർട്ടിക്കാരുടെ സ്വഭാവം. എന്തായാലും നാട്ടിലെത്തിയിട്ട് പരാതി കൊടുക്കുക. ഇയാൾക്കെതിരെ ഈ 2 പേർക്കുമെതിരെ നടപടി എടുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് വൃക്ക മാഫിയയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അവയവ മാഫിയയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു യുവതിയുമായാണ്. അവർ പ്രത്യാശിക്കുന്നത് ഇനി ഈ 2 കൂട്ടരും, ബെന്നി എന്ന് പറയുന്ന ആളും ഇവരുടെ ഭർത്താവും, ഇനി അവരെ ഉപദ്രവിക്കാൻ ചെല്ലില്ല എന്നുള്ളതാണ്. അതിന് നിയമപാലകർ അനുസരിച്ചുള്ള നടപടി എടുക്കുമെന്ന് നമുക്കും പ്രത്യാശിക്കാം.